Praise the Lord. വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. जल्दी से जल्दी आने वाला प्रभु यीशु मसीह के नाम में सभी पवित्र जनों को प्रेम का वंदना. ഈ മരുഭൂയാത്രയിൽ കർത്താവിനോട് കൂടി ആയിരിക്കാനും ദൈവവചനം ശ്രവിക്കാനും ഒക്കെ കർത്താവ് ഒരു ദിവസം കൂടി നമുക്ക് ദാനമായി നൽകി. इस जंगल के सफर में प्रभु की उपस्थिति में बने रहकर प्रभु का वचन में मनन करने का ये अवसर प्रभु ने दिया, उसके लिए मैं धन्यवाद देता हूँ. കഴിഞ്ഞ രാത്രിയിൽ കിടന്നിറങ്ങിയ എത്രയോ പേർക്ക് ഈ പ്രഭാതം കാണാൻ കഴിഞ്ഞില്ല. गए रात को सोने कितने लोग सोए और कितने लोग सुबह उठ पाए. വളരെ ജനങ്ങൾ മരണത്താൽ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. क्योंकि बहुत से लोग मृत्यु में ये जगत से अलग हो गया. അനേകർ രോഗികളായി തീർന്നു. बहुत लोग रोगी और बीमारी बन गए. ചിലപ്പോൾ അവർ ഒരു ക്ഷീണവും കൂടാതെ കിടന്നവരാ, പക്ഷേ രാത്രിയിൽ അവർ ക്ഷീണിതരായി രാവിലെ അവർക്ക് കിടക്കയിൽ നിന്ന് എഴുന്നേക്കാൻ കഴിഞ്ഞില്ല. शायद वो लोग सोते समय में अच्छा तंदुरुस्ती अच्छा तबीयत में अच्छा अवस्थे में वो लोग सोए होंगे, लेकिन पता नहीं शायद बीच रात में उनका तबीयत बिगड़ा होगा और सवेरे उठ नहीं पाए. എത്രയോ ഭവനങ്ങളിൽ ദുഃഖ വാർത്തകൾ നിമിത്തം അവർക്ക് രാത്രിയിൽ ഉറങ്ങാൻ കഴിഞ്ഞില്ല. कितने भवनों में घरों में दुख का खबर सुनकर वो लोग रात भर सो नहीं पाए. അങ്ങനെ മറ്റു പല ഭീതികളാൽ കഴിഞ്ഞവർ പലരുണ്ട്. और बहुत से लोग अन्य लोग डर में जिए होंगे. എന്നാൽ ഇതിന്റെ എല്ലാ മധ്യത്തിൽ കർത്താവ് നമുക്ക് ഉറങ്ങുവാൻ സഹായിച്ചു. लेकिन ये सब के बीच में प्रभु ने हमको अच्छा नींद दिया. ഒരു നല്ല ഉറക്കം കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ദൈവിക ദാനമാണ്. क्योंकि अच्छा नींद मिलना बोलना ही परमेश्वर की ओर से बहुत बड़ा दान है. നമ്മൾ സങ്കീർത്തനം 3:5 വായിക്കുമ്പോൾ संख्या पुस्तक 3 का 5 സങ്കീർത്തനം ഭജന സംഗീതം भजन संगीता 3 का 5 में हम पढ़ते हैं. भजन संगीता 3 का 5. ഞാൻ കിടന്നുറങ്ങി യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നുമിരിക്കുന്നു. मैं लेट कर सो गया फिर जाग उठा क्योंकि यहोवा मुझे संभालता है. അപ്പോൾ നമ്മൾ കിടന്നുറങ്ങിയപ്പോൾ ദൈവം നമ്മളെ താങ്ങിയെന്നാ പറഞ്ഞു. तो हम जब सो गए थे तब यहोवा था जो हमें संभाला. പ്രൈസ് ദി ലോർഡ്. യഹോവ താങ്ങുകയാൽ നമ്മൾ ഉണർന്നിരിക്കുക. क्योंकि यहोवा संभालता है इसलिए मैं जागरूक हूँ, मैं जागा हुआ हूँ. പ്രിയ ദൈവമക്കളെ, നമുക്ക് ലഭിക്കുന്ന ഓരോ ദിവസങ്ങളും ഓരോ നിമിഷങ്ങളും വളരെ വിലപ്പെട്ടതാണ്. क्योंकि प्रिय हमें मिलने वाला एक एक क्षण और एक एक समय बहुत ही मूल्यवान है. ഇന്ന് രാവിലെ ദൈവം നിങ്ങളെ ഉണർത്തി എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? आज सवेरे परमेश्वर ने आपको जगाया है करके ये बात को आप मान सकते हैं क्या? इसका गारंटी आप दे सकते हैं क्या? നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാൻ കഴിയുമോ ഇന്ന് രാവിലെ എന്നെ ദൈവമാണ് ഉണർത്തിയെന്ന്? आज धैर्य से क्या आप बोल सकते हैं क्या आज सवेरे सवेरे परमेश्वर ने मुझे जगाया है करके? ഇന്നലെ നിങ്ങൾക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ കഴിഞ്ഞോ? कल रात को आपको शांति पूर्वक सोने मिला क्या? സമാധാനത്തോടെ ഒരു വ്യക്തി കിടന്നുറങ്ങുന്നത് പോലും ദൈവത്തിന്റെ ദാനം. क्योंकि शांति पूर्वक सोने के लिए भी अगर किसी व्यक्ति को हो रहा है वो भी परमेश्वर का दान है. നമ്മൾ അവിടെ തന്നെ സങ്കീർത്തനം 4:7 വായിക്കുന്നുണ്ട്, 8 വായിക്കുന്നുണ്ട്. वही भजन संगीता 4 का 8 में Psalms chapter 4 verse 8. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. पढ़ेंगे. हाँ. मैं शांति से लेट जाऊंगा और सो जाऊंगा क्योंकि हे यहोवा केवल तू ही मुझको एकांत में निश्चिंत रहने देता है. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, നമ്മൾ ഇങ്ങനെ നല്ല സുഖകരമായി ഉറങ്ങുകയാണ്. तो आप लोग जरा सोचो कि हम लोग एकदम सुकून से या शांति पूर्वक सो रहे हैं. അങ്ങനെ ഉറങ്ങുന്ന നമുക്ക് നേരം എടുത്തോ എന്ന് അറിഞ്ഞുകൂടാ. इस रीति में सोते समय में सवेरे हो गया है क्या हमको नहीं मालूम. എന്നാൽ ദൈവം തന്റെ ഭക്തന്മാരെ രാവിലെ ഉണർത്തുന്നു. हाँ, लेकिन परमेश्वर अपने भक्तों को सुबह सुबह सवेरे जगाता है. എന്തിനാണ് ഉണർത്തുന്നത്? क्यों जगाता है? കർത്താവിനോട് കൂടെ ആയിരുന്ന് കർത്താവിനെ കേൾക്കുവാൻ. ताकि प्रभु की उपस्थिति में बने रहकर प्रभु का बातों को सुन सके. ഇതെത്ര മനോഹരമല്ലേ? ये कितना मनोहर बात है ना. നമ്മള് യേശയ്യാ പ്രവചനം 50-ാം അധ്യായം 4-ം വാക്യത്തിന്റെ അവസാനം വായിക്കുന്നത്. ऐसे യേശയ്യാ അതിന്റെ 50-ന്റെ 4-ന്റെ അവസാന ഭാഗം. യേശയ്യാ 50 का 4 का आखिरी भाग. Isaiah chapter 50 verse 4. Isaiah 50 का 4 उसका आखिरी भाग में हम पढ़ते हैं. അവൻ രാവിലെ തോറും ഉണർത്തുന്നു, ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എന്റെ ചെവി ഉണർത്തുന്നു. भोर को वो नित्य मुझे जगाता और मेरा कान खोलता है कि मैं शिष्य के समान सुनूं. എത്ര വിലപ്പെട്ട കാര്യല്ലേ? कितना कीमती बात है ना. അവിടുന്ന് എല്ലാ ദിവസവും നമ്മളെ രാവിലെ ഉണർത്തുകയാണ്. वो हर सवेरे मुझे सवेरे वो उठाता है. എന്തിനു വേണ്ടിയാണ്? क्यों उठाता है? ശിഷ്യന്മാരെ പോലെ കർത്താവിനെ കേൾക്കുവാൻ. ताकि चेले के समान शिष्य के समान उनका बातों को हम सुन सके. പ്രിയമുള്ളവരെ, നമുക്ക് ലഭിച്ച ഈ ഭാഗ്യ പദവി എത്ര വലുതാണ്. प्रियो, हमको मिला हुआ ये भाग्य पदवी कितना बड़ा श्रेष्ठ है. ഇന്ന് രാവിലെ കർത്താവ് നമ്മളെ ഉണർത്തി എന്ന് അറിയുന്നത് തന്നെ
നമുക്ക് ദൈവത്തോട് എത്രമാത്രം നന്ദിയുള്ളവരായിരിക്കാൻ ഒരു കാരണമാണ്. आज सवेरे ही प्रभु ने मुझे उठाया है और प्रभु के साथ बना है, ये बात जानना एक कारण ही कितना आनंद पूर्वक है। ഞാൻ നിങ്ങളോട് ഒരു കാര്യം ഓർപ്പിക്കട്ടെ. मैं आप लोगों को एक बात याद दिलाना चाहता हूँ, നമ്മൾ യഥാർത്ഥമായും കർത്താവിന് വേണ്ടി വിളിക്കപ്പെട്ടവരാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിൽ अगर हम वास्तव में प्रभु के लिए बुलाए हुए और चुने हुए लोग हैं तो നമ്മൾ എത്ര हम ഭാഗ്യവാന്മാരാണ്. लोग कितना भाग्यशाली लोग हैं। നമുക്കറിയാം കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ അനേകർ കർത്താവിനെ പിൻപറ്റി. आप लोग जानते हैं ना कि प्रभु जब इस दुनिया में था बहुत लोग प्रभु के पीछे आए, എന്നാൽ അതിൽ നിന്നും കർത്താവ് 12 പേരെ തെരഞ്ഞെടുത്തു. लेकिन उसमें से प्रभु ने सिर्फ 12 लोगों को ही चुना। അവിടെ ആ തെരഞ്ഞെടുപ്പിൽ ഒരു വിശേഷ പ്രയോഗമുണ്ട്. और वो चुनावटी में भी हम देखते हैं कि एक खास पद इस्तेमाल किया है। അതിനറിയാവോ? वो क्या है? തനിക്ക് ബോധിച്ചവരെ തെരഞ്ഞെടുക്കുന്നു. जो उसको जो ऐसा अपने लिए जो एहसास हुआ उन लोगों को उन्होंने चुना। നമുക്ക് ആ വാക്യം വായിക്കാം. हम वो वाक्य पढ़ेंगे, പിന്നെ മർക്കോസ് അതിന്റെ 3-ാം അധ്യായം मरकोस का അതിന്റെ पुस्तक, 13-ാം വാക്യം. मरकोस का पुस्तक उसका 3रा अध्याय उसका 13 वाक्य। രണ്ട് പ്രാവശ്യം പറഞ്ഞു. हाँ, मरकोस 3 का 13, मार्क चैप्टर 3 वर्स 13। फिर वह पहाड़ पर चढ़ गया और जिन्हें वह चाहता था उन्हें अपने पास बुलाया। Praise the Lord. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നത് തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. यानी कि जिसको वो चाहता था उनको वो बुलाया। അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ये बात आप लोग समझ सकते हैं क्या? അപ്പോൾ ദൈവത്തിന് ബോധിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. क्योंकि प्रभु को एहसास होना, प्रभु जिसको चाहना, वही बहुत बड़ी बात है। പ്രിയമുള്ളവരെ, ദൈവത്തിന് നമ്മളെ ബോധിച്ചില്ല എങ്കിൽ ദൈവം നമ്മളെ തിരഞ്ഞെടുക്കത്തില്ല. अगर परमेश्वर अगर हमें चाहा नहीं, हम पसंद नहीं किया तो वो हमें नहीं चुनेगा। ഇത് എത്ര വലിയ കാര്യമാണ്. ये कितना बड़ी बात है। ദൈവത്തിന് നമ്മൾ ബോധിക്കണം. परमेश्वर हमें चाहना। നമ്മൾ പിന്നെ 1 ശമൂവേൽ 13-ന്റെ 14-ാം വാക്യം വായിക്കുമ്പോൾ पहला शमूएल 13 का 14 जब हम पढ़ते हैं, पहला शमूएल 13 का 14, അവിടെ शमूएल 13:14, ശൗലിനോട് ശമൂവേൽ പറയുന്ന ഒരു കാര്യമുണ്ട്. वहां पर शाऊल को शमूएल एक बात कहता है। എന്തെന്നറിയാമോ? वो क्या है? അപ്പോൾ ഇവിടെ ഈ ശൗല് ദൈവത്തിന്റെ വഴി വിട്ടുപോയി. हाँ, हम यहाँ पर हम क्या देखते हैं कि शाऊल जो है परमेश्वर का रास्ते से हट गया था। അതുകൊണ്ട് അവിടെ ശൗലിനോട് ശമൂവേൽ പറയുകയാണ്, जिसकी वजह से शाऊल को शमूएल कहता है, പിന്നെ നിന്റെ രാജ്യത്വം നിലനിൽക്കില്ല. तेरा राज्य स्थिर नहीं रहेगा। യഹോവ നിന്നോട് കൽപ്പിച്ചതിനെ നീ പ്രമാണിക്കായ കൊണ്ട് തനിക്ക് ബോധിച്ച ഒരു പുരുഷനെ യഹോവ അന്വേഷിച്ചിട്ടുണ്ട്. हाँ, पढ़ेंगे 13 का 14 या। परंतु अब तेरा राज्य बना न रहेगा। हाँ। यहोवा ने अपने लिए एक ऐसे पुरुष को ढूंढ लिया है जो उसके मन के अनुसार है, और यहोवा ने उसी को अपनी प्रजा पर प्रधान होने को ठहराया है। അപ്പോൾ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, इधर हम देखते हैं യഹോവ പറയുക, ദൈവത്തിന്റെ ദാസനായ ശമൂവേലിനോട് പറയുകയാണ്, परमेश्वर का दास शमूएल शाऊल को कहता है, നീ ദൈവത്തിന്റെ കൽപ്പന നീ പ്രമാണിച്ചില്ല. तू परमेश्वर का आज्ञा का उल्लंघन किया, അതുകൊണ്ട് इसीलिए തനിക്ക് ബോധിച്ച ഒരു പുരുഷനെ യഹോവ അന്വേഷിച്ചിരിക്കുകയാണ്. इधर भी हम उसी पद को इस्तेमाल करते हुए देखते हैं कि परमेश्वर ने तेरे बगैर दूसरा एक व्यक्ति को चाहा है, दूसरा व्यक्ति को पसंद किया जो परमेश्वर के हृदय के अनुसार है। Praise the Lord. मैं അതാരെ കുറിച്ചാണ് നമുക്കറിയാം. और वो किसके बारे में हम जानते हैं। നമ്മള് അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം വായിച്ചാൽ, हम लोग प्रेरितों का कार्य 13 का 22 जब हम पढ़ते हैं, प्रेरितों का कार्य 13 का 22, फिर उसने अलग करके दाऊद को राजा बनाया, जिसके विषय में उसने गवाही दी, मुझे एक मनुष्य यिशै का पुत्र दाऊद मेरे मन के अनुसार मिल गया है, वही मेरी सारी इच्छा पूरी करेगा। ഇവിടെ നാം കാണുന്നത്, ഞാൻ ഈസായിയുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു. हाँ, यहाँ पर भी हम देखते हैं कि ऐसा दाऊद को मेरा मन के हिसाब से या मेरे चाहने के हिसाब से मैंने उसको हृदय में चाहा है। ശ്രദ്ധിക്കണേ, ध्यान से समझना। എനിക്കൊരു ബോധിച്ച പുരുഷനെ കിട്ടിയിരിക്കുന്നു. यानी कि परमेश्वर क्या कहते हैं कि मुझे चाहने वाला, मुझे पसंद वाला, मुझे इच्छा के अनुसार पसंद करने वाला एक व्यक्ति को मुझे पाया हो। Praise the Lord. मैं മേരാ ഇച്ഛാ के अनुसार, जो मेरा Praise the Lord. मैं, ഇത് വളരെ വിലപ്പെട്ടൊരു കാര്യമാണ്. ये बहुत ही मूल्यवान बात है कि परमेश्वर की इच्छा के अनुसार അവൻ എന്റെ ഹിതമെല്ലാം ചെയ്യും. और वो मेरा सारा इच्छाओं को पूरा करेगा। Praise the Lord. मैं
അപ്പോൾ ദൈവത്തിന് ബോധിച്ച പുരുഷന്മാരായി തിരഞ്ഞെടുക്കപ്പെട്ടവർ ദൈവത്തിന്റെ ഹിതമൊക്കെ ചെയ്യും. तो यानी कि परमेश्वर को जो लोग पसंद करके जो प्रभु चुनते हैं वो लोग हमेशा परमेश्वर का इच्छा करते हैं. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, इसलिए हमें एक बात समझना है, ഈ തലമുറയിൽ ഞാൻ ദൈവത്തിന് വേണ്ടി ബോധിച്ച പുരുഷനാണോ? इस पीढ़ी में क्या मैं परमेश्वर के लिए भाने वाला पसंद वाला एक पुरुष हूँ क्या? Praise the Lord. मैं യഥാർത്ഥമായും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിക്ക് ധൈര്യമായിട്ട് പറയാൻ കഴിയും, ഈ തലമുറയിൽ ദൈവത്തിന് എന്നെ ബോധിച്ചു. क्योंकि एक सच्चा चुना हुआ व्यक्ति वो धैर्य से कह सकता है कि परमेश्वर ने मुझे भाया. Praise the Lord. मैं അപ്പോൾ ദൈവത്തിന് ബോധിച്ച പുരുഷന്മാരെ ദൈവം തിരഞ്ഞെടുത്താൽ അവരുടെ ഏറ്റവും വലിയ കർത്തവ്യം അവര് ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരുന്ന് കർത്താവിനെ കേൾക്കുക എന്നതാണ്. तो सबसे बड़ा गुण जो परमेश्वर को भाया हुआ व्यक्ति जिनको परमेश्वर चुनता है, उनका सबसे बड़ा विशेष गुण यह रहता है कि वो परमेश्वर के कदमों में बैठकर वचन को ग्रहण करता है. ദൈവമക്കളെ, ഈ ഒരു ചെറിയ ആയുസിൽ നമുക്ക് ദൈവത്താൽ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് അറിയുന്നത് തന്നെ എത്ര ശ്രേഷ്ഠമാണ്. प्रियो, ये छोटा सा ये उम्र में परमेश्वर की ओर से मैं एक चुना हुआ व्यक्ति हूँ करके जानना बोलना वो कितना भाग्य की बात है. നമുക്കറിയാം, ദൈവത്തോട് അടുക്കുക എന്നുള്ളത് ദൈവം അടുപ്പിക്കാതെ ആർക്കും അടുക്കാൻ പറ്റില്ല. परमेश्वर के निकट आने के लिए जब तक परमेश्वर किसको नजदीक निकट नहीं लाता तब तक वो परमेश्वर का निकट नहीं पहुंच सकता. ദൈവം ഒരുവനെ അടുപ്പിക്കണം. इसलिए परमेश्वर किसी को निकट लाना पड़ेगा. നമുക്കറിയാം, പിന്നെ ദൈവം മോശയോട് പറയുമ്പോൾ हम देखते हैं कि जब परमेश्वर मूसा से जब बात करते समय में അവിടെ മോശേനെയും അഹരോനെയും നാദാബ് അബീഹൂവ് മറ്റ് 70 മൂപ്പന്മാരെയൊക്കെ വിളിച്ചു. वहाँ पर देखते हैं कि परमेश्वर ने मूसा, अहरोन, नादाब, अबीहू और 70 प्राचीनों को वहाँ पर बुलाया. നമ്മള് പുറപ്പാട് പുസ്തകം 24-ാം അധ്യായത്തിന്റെ 1-2 വാക്യം വായിക്കുമ്പോൾ निर्गमन का पुस्तक 24वां अध्याय उसका 1 और 2, निर्गमन 24:1-2, एक्सोडस चैप्टर 24 वर्स 1 and 2. അവൻ പിന്നെയും മോശയോട്, നീയും അഹരോനും നാദാബും അബീഹൂവും ഇസ്രായേൽ മൂപ്പന്മാരിൽ 70 പേരും യഹോവയുടെ അടുക്കൽ കയറി വന്ന് ദൂരത്തു നിന്ന് നമസ്കരിപ്പിൻ. മോശെ മാത്രം യഹോവയ്ക്ക് അടുത്ത് വരട്ടെ, അവർ അടുത്ത് വരരുത്, ജനം അവനോടുകൂടെ കയറി വരികയും അരുതെന്ന് കൽപ്പിച്ചു. पढ़ेंगे. फिर उसने मूसा से कहा, तू हारून, नादाब, अबीहू और इस्राएलियों के 70 पुरनियों समेत यहोवा के समीप ऊपर आकर दूर से दंडवत करना. केवल मूसा यहोवा के समीप आए, परंतु वे समीप न आए और दूसरे लोग उसके संग ऊपर न आए. അപ്പോൾ ഇവിടെ മോശയ്ക്ക് മാത്രം हाँ, अभी यहाँ पर കർത്താവിനോട് അടുത്ത് വരുവാൻ ഉള്ള അനുവാദം ലഭിച്ചു. Amen. यहाँ पर हम देखते हैं कि सिर्फ मूसा को अकेले ही परमेश्वर की उपस्थिति में निकट आने के लिए इजाजत मिला. നമ്മൾ ഇതൊക്കെ ഒന്ന് ഗൗരവമായി മനസ്സിലാക്കണ്ടേ? हमें ये बात थोड़ा गंभीर रीति से समझना चाहिए ना. ഇതൊരു ചെറിയ കാര്യമല്ല. ദൈവം ये एक छोटा बात नहीं है प्रियो. നാം ഇന്ന് രാവിലെ സമയം ദൈവസന്നിധിയിലായിരിക്കുന്നെങ്കിൽ അത് വലിയ ദൈവത്തിന് നമ്മളോടുള്ള വലിയ കരുണയാണ്. Amen. अगर आज हम लोग परमेश्वर की उपस्थिति में सवेरे सवेरे अगर उनकी उपस्थिति में है बोला तो वो प्रभु का बहुत बड़ा दया है. ഇതൊരു സാധാരണ കാര്യമായി നിങ്ങൾ എണ്ണരുത്. इसको कोई साधारण बात से या हल्के रीति में ना लेना. ഇതിനെ നമ്മൾ നിസാരവൽക്കരിക്കരുത്. हाँ, इसको हल्के में ना ले. നമുക്കറിയാം, യിരെമ്യാവ് 30-21 അവസാന ഭാഗത്ത് यिर्मयाह का पुस्तक 30 का 21 का आखिरी भाग में, यिर्मयाह 30 का 21 आखिरी भाग, यिर्मयाह चैप्टर 30 वर्स 21 लास्ट पार्ट. ഞാൻ അവനെ അടുപ്പിക്കും, അവൻ എന്നോട് അടുക്കും, അല്ലാതെ എന്നോട് അടുപ്പാൻ ധൈര്യപ്പെടുന്നവനാണ്. ഓ, मैं उसे अपने निकट बुलाऊंगा और वह मेरे पास भी आ भी जाएगा, क्योंकि कौन है जो अपने आप मेरे समीप आ सकता है? यहोवा की यही वाणी है. അപ്പോൾ ദൈവം ചോദിക്കുകയാണ്, परमेश्वर पूछता है, ഞാൻ അടുപ്പിക്കാതെ ആർക്ക് എന്നോട് അടുക്കാൻ കഴിയും? मैं जब तक किसी को मेरे निकट आने के लिए जो अनुमति नहीं दूंगा तो कौन मेरे सामने आ सकता है? നമ്മള് ചിലപ്പോഴൊക്കെ ആൾക്കാർ അഹങ്കരിച്ച് പറയാറുണ്ട്, ഞാൻ ദൈവത്തോട് ചോദിക്കുമെന്നൊക്കെ. എടാ, ദൈവത്തോട് ചോദിക്കാനായിട്ട് ദൈവത്തിന്റെ അടുക്കിലേക്ക് പോകണമെങ്കിൽ ദൈവം നിന്നെ അടുപ്പിക്കണം. നീ എന്നാ ചോദിക്കാനാ? तो इसके लिए कुछ लोग घमंड से और अहंकार से बोलते हैं, मैं परमेश्वर को पूछता हूँ, परमेश्वर से बात करता हूँ. लेकिन हे प्रियो, जरा एक बात समझो, जब तक परमेश्वर हमको उनका निकट आने के लिए अनुमति नहीं देता है, हम कैसा उसके पास जाएंगे? फिर कैसा उसको पूछ सकते हैं? मैं മനുഷ്യൻ എത്രയോ പെട്ടെന്നാണ് അഹങ്കരിക്കുന്നത്. क्योंकि मनुष्य बहुत जल्दी वो अहंकार से होकर घमंडी होता है. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദൈവം എത്ര വലിയവനാണെന്ന് നമ്മൾ അറിയണം. हमारा परमेश्वर कितना बड़ा है करके हमें जानना है. ദൈവത്തോട് അടുക്കുവാനായിട്ടുള്ള ഒരു അവസരം ലഭിക്കുക എന്നുള്ളതിന് എത്ര വലിയ ഭാഗ്യ പദവിയാണ്. इस महान परमेश्वर की उपस्थिति में निकट आना बोलना ही कितना भाग्य
स्तर और पदवी हमको दिया है। ഇന്ന് നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മുടെ രക്ഷിതാവായി സ്വീകരിക്കുവാനും ഈ കർത്താവിനെ നമുക്ക് അറിയാനിടയായെങ്കിൽ അത് വലിയ ദൈവകൃപയാണ്. इसीलिए इस समय में, इन दिनों में या एक काल में हम प्रभु यीशु मसीह को अपना उद्धारकर्ता के मानकर वो हमारा प्रभु है बोलकर हम उनको स्वीकार कर उनकी उपस्थिति में बना रहना कितना बड़ा भाग्य की बात है। നമുക്കറിയാം കർത്താവ് തന്നെ പറഞ്ഞ ഒരു വാക്യം നമ്മുടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്യമാണ്. प्रभु ने स्वयं ये बात कहा है जिसको हमें ध्यान से समझना है। യോഹന്നാൻ 6:44 വാക്യം, യോഹന്നാൻ 6:44 में हम पढ़ते हैं। യോഹന്നാൻ 6:44, John എന്നെ 6:44। എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരുവാൻ കഴിയില്ല. कोई मेरे पास नहीं आ सकता जब तक कि पिता जिसे मुझे भेजा है उसे खींच न ले, और मैं उसे अंतिम दिन फिर जिलाऊंगा। നിങ്ങൾ ആ വചനമൊക്കെ നിങ്ങൾ വായിച്ചിട്ടില്ലേ? आप लोग ने ये सब वचन पढ़े रहेंगे ना। നമുക്ക് ഈ വചനമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് അതിന്റെ ശരിയായിട്ട് അത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? जब वचन पढ़ते समय में उसका सही अर्थ को हम समझ सकते हैं क्या? പ്രിയ ദൈവമക്കളെ, നമുക്ക് ദൈവസന്നിധിയിൽ ദൈവവചനം കേൾക്കുവാനായിട്ട് ലഭിക്കുന്ന അവസരങ്ങൾ എന്ന് പറഞ്ഞാൽ എത്ര വിലപ്പെട്ടതാണെന്ന് അറിയാമോ? इसके लिए प्रियो, प्रभु की उपस्थिति में आकर उनका वचन को सुनना वो कितना मूल्यवान बात है। ഇന്ന് ആ ദൈവവചനത്തിന് വേണ്ടിയുള്ള യഥാർത്ഥമായ വിശപ്പ് നമുക്കുണ്ടോ? आज वो परमेश्वर का वचन के लिए वो सच्चा भूख और प्यास है क्या? പലരും ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പോലും അവരത് ശ്രദ്ധിച്ച് കേൾക്കുന്നില്ല. तो बहुत बार परमेश्वर का वचन को जब लोग सुनते समय में वो सुनने का अवस्थे में भी ध्यान से नहीं सुनते। ദൈവം എന്നോട് എന്ത് സംസാരിക്കുന്നു നമ്മൾ അറിയണ്ടേ? अरे परमेश्वर हमसे क्या बात कर रहा है करके ये बात जानना चाहिए कि नहीं? ദൈവത്തോട് അടുക്കുവാൻ, ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ നമുക്ക് അവസരം ലഭിച്ചെങ്കിൽ നമ്മൾ എത്ര ഭാഗ്യവാന്മാരാ. परमेश्वर का वचन को सुनना, उनकी उपस्थिति में आकर वचन को जानना, बोलना, वो हमारे विषय में कितना भाग्य अवस्था है, धन्य अवस्था है। കർത്താവ് തന്നെ അതേ യോഹന്നാൻ 6:65 പറഞ്ഞു. और वही യോഹന്നാൻ 6:65 में प्रभु कहता है, യോഹന്നാൻ 6:65, പിതാവ് കൃപ നൽകിയിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല. ആർക്കും എന്റെ അടുക്കൽ വരുവാൻ കഴിയില്ല. आखिरी भाग में पढ़ते हैं, इसलिए मैंने तुमसे कहा था कि जब तक किसी को पिता की ओर से ये वरदान न दिया जाए तब तक वो मेरे पास नहीं आ सकता। यानी कि पिता की ओर से वरदान नहीं मिला तो वो मेरे पास नहीं आ सकता। ഓ, ഇതൊക്കെ എത്ര ശക്തമായ മുന്നറിയിപ്പാണ്. वो कितना शक्त रीति से चेतावनी है ये। ഇന്ന് നമുക്ക് ദൈവസന്നിധിയിൽ വരുവാനും ഈ കർത്താവിനെ അറിയുവാനും കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാനൊക്കെ നമുക്ക് കൃപ ലഭിച്ചുവെങ്കിൽ, अगर आज हमें इस महान प्रभु की उपस्थिति में आना, उनका निकट आकर प्रभु स्वीकार कर उनकी उपस्थिति में बना रहना, अगर ऐसा अवस्था है तो പ്രിയോ, ഞാനൊരു കാര്യം നിങ്ങൾ ഓർപ്പിക്കട്ടെ. ഈ കർത്താവിന് വേണ്ടിയും ദൈവത്തിന്റെ വചനത്തിന് വേണ്ടിയും ദൈവഹിതം അറിയാൻ വേണ്ടിയും ഒക്കെ നമുക്ക് എന്തുമാത്രം ദാഹം ഉണ്ടായി. अगर ऐसा रहेगा तो प्रभु का इच्छा जानना, वो उनका आग्रह क्या है जानना, उनका इच्छा के अनुसार जीने के लिए, वो बातें को जानने के लिए कितना आग्रह हमें बढ़ेगा। ഇന്ന് നമുക്ക് എത്ര പേർക്ക് പറയാൻ കഴിയും ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നുവെന്ന്? इसलिए आज कितने लोग बोल सकते हैं कि हमें परमेश्वर से मैं प्रेम करता हूँ? നമുക്ക് ആത്മാർത്ഥമായിട്ട് ഹൃദയംഗമായിട്ട് ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നും നമുക്ക് പറയാൻ കഴിയുമോ കർത്താവേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നുവെന്ന്? क्या हम सच्चा मन से, सच्चा शुद्ध हृदय से क्या हम बोल सकते हैं क्या, हे प्रभु मैं आपसे प्रेम करता हूँ? Praise the Lord. നമുക്ക് ഇങ്ങനെ വാവുകൊണ്ട് പറയാനൊക്കെ പറ്റുമല്ലേ? हम लोग चाहिए तो होठों से ऐसे ही बोल सकते हैं। എത്രയോ പേര് പറയുന്നുണ്ട് ഞങ്ങൾ കർത്താവ് വിശ്വസിക്കുന്നൊക്കെ. कितने लोग बोलते हैं कि मैं प्रभु पर विश्वास करता हूँ, എന്നാൽ അവർ പറയുന്ന ആ വിശ്വാസവും അവരുടെ ജീവിതവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. लेकिन वो बोलने वाला विश्वास और उनके जीवन के साथ का चाल चलन में कोई रिश्ता नहीं है। मैं അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. इसलिए एक बात समझना है, നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്താണ് അതിന്റെ ഒരു തെളിവ്? हम प्रभु से प्रेम करते हैं करके उसका सबूत क्या है? അത് ഈ വചനം അറിയുക മാത്രമല്ല, അതിനെ പ്രമാണിക്കും. क्योंकि वो वचन को सिर्फ मानेंगे, सिर्फ वचन को सुनेंगे उतना ही नहीं, बल्कि वो वचन को मानकर उनका आज्ञाकारिता में जिएंगे। നമുക്ക് अनेक വചനങ്ങൾ അതിനുവേണ്ടി നമുക്ക് വായിക്കാൻ കഴിയും. उस विषय में उसके आधार पर बहुत सारा वचन को हम पढ़ सकते हैं। ഞാൻ ഒരു വാക്യം നിങ്ങൾ ഓർമ്മപ്പെടുത്തും. एक वाक्य में याद दिलाना चाहता हूँ, യോഹന്നാൻ 14:23. യോഹന്നാൻ 14:23 में हम पढ़ते हैं, जॉन गॉस्पेल उसका 14:23। യേശു അവനോട് എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും. मैं पढ़ेंगे। यीशु ने उसको उत्तर दिया, यदि कोई मुझसे प्रेम रखेगा तो वह मेरे वचन को मानेगा। അപ്പോൾ ദൈവത്തിന്റെ അടുക്കൽ വരുന്നവരെല്ലാം ദൈവത്തെ സ്നേഹിച്ച് ദൈവവചനം കേൾക്കുവാൻ വേണ്ടി വരുന്നവരല്ല. അങ്ങനെ അല്ലായിരിക്കും. तो परमेश्वर की उपस्थिति में जो आने वाला व्यक्ति, वो जरूरी नहीं है कि हर बार प्रभु को प्रेम करके और वचन को मानने के लिए आ रहा है। ഇന്ന് അനേകം കർത്താവിനെ അന്വേഷിക്കുന്നുണ്ട്. आज बहुत लोग प्रभु को खोज रहे हैं, എന്നാൽ
വാസ്തവത്തിൽ അവര് ദൈവത്തെ പ്രാപിക്കുവാൻ, ദൈവവചനം പ്രാപിക്കുവാൻ വേണ്ടി വരുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. लेकिन जो सच्चा मन से यहोवा को प्राप्त करने के लिए, प्रभु को, परमेश्वर को सुनकर उनके वचन में बने रहने के लिए, इस अवस्था में आने के लिए बहुत कम लोग हैं. അപ്പോൾ നമുക്കറിയാം, കർത്താവ് ലോകത്തിലായിരുന്നപ്പോഴും ആയിരക്കണക്കിന് ജനങ്ങൾ കർത്താവിനെ ഇങ്ങനെ അന്വേഷിച്ച് പുറകെ പോയി. हम जानते हैं ना, जब प्रभु इस दुनिया में रहते समय में हजारों लोगों की तादाद पर लोग प्रभु के पीछे आते थे. അവരെന്തിനാണ് പോയത്? लेकिन वो लोग क्यों प्रभु के पीछे आया? അവര് യഥാർത്ഥത്തിൽ കർത്താവിനെ കേൾക്കുവാൻ വേണ്ടിയല്ല, वो लोग वास्तव में प्रभु के बातों को सुनने के लिए नहीं, അവർക്ക് ദൈവവചനത്തിന് വേണ്ടിയുള്ള വിശപ്പും ദാഹവുമല്ല. लोगों को परमेश्वर के वचन की भूख और प्यास के लिए नहीं था. അവിടെ കർത്താവ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞല്ലോ, 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ച ശേഷം ഈ കർത്താവിന്റെ പിന്നാലെ ആയിരക്കണക്കിന് ജനങ്ങൾ വന്നപ്പോൾ ഒരു ദിവസം കർത്താവിനെ കാണാതെ അന്വേഷിച്ചു പോയി. അപ്പോൾ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. हम देखते हैं कि एक बार जब प्रभु ने 5000 लोगों को लोगों को खिलाने के बाद, 5 रोटी से 5000 लोगों को खिलाने के बाद, उसके बाद प्रभु वहां पर दिखा नहीं, तो लोग सब लोग घबरा कर उसको ढूंढने लगे और खोजने लगे, और वो लोग खोजते खोजते प्रभु के पास आया. ऐसे समय पर प्रभु उनसे कहता है, നമുക്കറിയാം യോഹന്നാൻ 6-26-27 വാക്യം. हम जानते हैं वो वाक्य अध्याय യോഹന്നാൻ का सुसमाचार 6 का उसका 26 और 27 में, യോഹന്നാൻ 6:26-27. അപ്പോൾ അത് അപ്പം നിന്ന് തൃപ്തരായത് കൊണ്ടത്രേ എന്നെ അന്വേഷിക്കുന്നത്. तो उसका अवसान भाग, 26 का आखिरी भाग पढ़ेंगे. तुम लोग रोटी खाकर तृप्त हो गया इसलिए. परंतु इसलिए कि तुम रोटी खाकर तृप्त हुए. तुम लोग रोटी खाकर तृप्त हुए, इसलिए तुम लोग मुझे ढूंढते आए. നിങ്ങൾ എന്തുകൊണ്ട് എന്നെ അന്വേഷിക്കുന്നു? तुम लोग क्यों मुझे खोज रहे हो? നിങ്ങൾക്ക് ആവശ്യം ഈ നശിച്ചു പോകുന്ന ആഹാരമാണ്. क्योंकि तुमको, तुम्हारे लिए जरूरत क्या है? नाशवान भोजन. ഇന്ന് അനേകരും കർത്താവിനെ തേടുന്നത്, കർത്താവിനെ അന്വേഷിക്കുന്നത്, അവർക്ക് എന്ത് വേണം? സൗഖ്യം വേണം, അവർക്ക് അനുഗ്രഹം വേണം, അവർക്ക് ജോലി വേണം, അവർക്ക് വീട് വേണം, അവർക്ക് വാഹനം വേണം. ഇങ്ങനെയുള്ള ലൗകികമായ ലോകപരമായ നന്മ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി അതിന് പിന്നാലെ ഓടുകയാണ്. आज बहुत लोग यीशु के पास क्यों आते हैं? उनको चंगाई चाहिए, उनको आशीष चाहिए, उनको नौकरी चाहिए, उनको घर चाहिए, उनको गाड़ी चाहिए. इस तरह के सब प्रकार का संसार की बातों में लाभ उठाने के लिए लोग आ रहे हैं ना. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, इसलिए प्रभु के बच्चों में आपको बताना चाहता हूँ, ഇന്നും നമുക്ക് കർത്താവിനോടുള്ള ആ ഭക്തി നമ്മൾ ഏത് നിലയിലാണ് നിവർത്തിക്കുന്നത്? इसके लिए आज भी परमेश्वर की ओर का भक्ति के विषय में देखा जाए तो किस रीति से हम उसको पूरा करते हैं? നമ്മൾ ഈ ലൗകികമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണോ കർത്താവിനെ അന്വേഷിക്കുന്നത്? हम क्या ये संसार की बातों के लिए है क्या प्रभु को खोज रहे हैं? അവിടെ തന്നെ കർത്താവ് 27 വാക്യത്തിൽ പറഞ്ഞു, उसी का 27 में 6 का 27 में प्रभु कहता है, നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, नाशवान भोजन के लिए नहीं, നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പീൻ. बल्कि अनंतता के लिए टिकने वाला उस भोजन के लिए तुम लोग खोजो, അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. और वो परमेश्वर का पुत्र, मनुष्य का पुत्र तुमको देगा. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. वो मनुष्य पुत्र तुमको देगा. ദൈവമക്കളെ, നമ്മൾ പ്രാപിക്കേണ്ടത് നിത്യതയിലേക്ക് നിലനിൽക്കുന്ന ആ ജീവനുള്ള ദൈവത്തിന്റെ വചനത്തെ. आमीन. इसके लिए हमें जो पाना है वो क्या है? तो अनंतता तक टिकने वाला, परमेश्वर की ओर से मिलने वाला वो भोजन है. പ്രിയമുള്ളവരെ, നമ്മൾ കർത്താവിൽ വിശ്വസിച്ചു, ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിനുശേഷം ആ കർത്താവിൽ തന്നെ നമ്മൾ നിലനിൽക്കണമെങ്കിൽ ഈ വചനവുമായിട്ട് നമുക്ക് ഒരു ആഴമായ ബന്ധമുണ്ടായി. इसके लिए अगर हम बोलते हैं कि हमने प्रभु को मैं ढूंढा और मैं उद्धार पाया और मैं नया जन्म पाया है करके बोल दिया, उसके बाद क्या है? अगर प्रभु में सदा बने रहना है, बढ़ोतरी पाना है, तो इस वचन के बना रहना जरूरी है. നമ്മൾ താൽക്കാലികമായ ലാഭങ്ങളുടെ പിന്നാലെ ഓടി ദൈവമില്ലാത്തവരായി ജീവിച്ച് ആ നന്മകളൊക്കെ ദൈവാനുഗ്രഹമായി കണ്ടുകൊണ്ട് ജീവിച്ചാൽ വഞ്ചിക്കപ്പെടും. हम लोग नाशवान चीजें या कुछ क्षणों, कुछ समय के लिए टिकने वाला बातों के पीछे हम लोग जाकर, और हमें लगता है कि ये प्रभु ने दिया है, प्रभु का आशीष है बोलकर ऐसा अवस्था में अगर हम जी रहे हैं तो वो धोखादायक हो सकता है. ഇന്ന് അനേക അവര് തങ്ങളെ തന്നെ വിശ്വാസികളെന്നോ വിശുദ്ധന്മാരെന്നോ ഒക്കെ വിശേഷിപ്പിക്കാറുണ്ട്. പക്ഷേ അവരും ദൈവവചനവുമായിട്ട് അവർക്ക് യാതൊരു ബന്ധവുമില്ല. आज बहुत लोग कहते हैं कि हम विश्वासी हैं, हम पवित्र जन है करके बोलते हैं, ऐसा बोलने के लिए घूमते हैं, लेकिन वो लोग प्रभु के वचन के साथ, उनके जीवन के साथ कोई रिश्ता नहीं है. പ്രിയമുള്ളവരെ, നാം കർത്താവിൽ വസിക്കുന്ന അനുഭവമാണെങ്കിൽ, अगर हम प्रभु में बने हुए रहने का अवस्था है तो നമ്മൾ ഈ വചനത്തിൽ തന്നെ നിൽക്കണം. तो फिर हमें इस वचन में ही रहना है. ഈ വചനത്തിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. इस वचन का गंभीरता को, गौरवता को हमें समझना है. നമ്മൾ കൂടി വരുമ്പോഴൊക്കെ ഞാൻ അതുകൊണ്ട് ഈ വചനത്തിന്റെ മഹാത്മ്യം എപ്പോഴും നിങ്ങളെ ഓർപ്പിച്ചുണർത്താറുണ്ട്. इसीलिए हम जब भी इकट्ठा होते हैं समय में वचन का, उसका महत्व और मूल्यता को मैं हमेशा आप लोगों को याद दिलाता हूँ. നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിന്റെയും ആധാരം ദൈവവചനമായിരിക്കണം. क्योंकि हमें करने वाला जो भी बात का, उसका आधार और उद्देश्य प्रभु के वचन की ओर से आना चाहिए. കർത്താവ് ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ
തിരുവഴുത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, തിരുവഴുത്ത് ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കാര്യങ്ങളെല്ലാം ചെയ്തത്. देखो प्रभु जब भी बोलते समय में देखो पवित्र शास्त्र ऐसा कहता है, पवित्र शास्त्र में ऐसा लिखा है, इस तरह की बातें बोलकर प्रभु की जीता था. പൗലോസ് ആ കാര്യങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ തിരുവഴുത്ത് എന്ത് പറയുന്നു എന്ന് മറ്റുള്ളവരോട് ചോദിച്ചുകൊണ്ടാണ് ആ കാര്യം വെളിപ്പെടുത്തുന്നത്. पौलुस जब बात करते समय में जब वो भाइयों सहभाइयों सब लोगों से क्या पूछता है, पवित्र शास्त्र में इसके विषय में क्या लिखा है करके इस तरह का सवाल वो पूछता था. ദൈവമക്കളെ, ഇന്ന് ഞാൻ ദൈവത്തിൽ തന്നെ വസിക്കുന്നു, ഞാൻ ഇന്ന് കർത്താവിൽ ആകുന്നു എന്ന് നമുക്ക് ഉറപ്പായി പറയാൻ കഴിയണമെങ്കിൽ, अगर आज मैं प्रभु में हूँ या प्रभु के वचन में बना हूँ करके इस रीति से अगर मैं हूँ करके कहना है तो ഇന്ന് യഥാർത്ഥത്തിൽ ഞാൻ ദൈവ സ്നേഹത്തിൽ വസിക്കുന്നു എന്ന് നമുക്ക് പ്രാഗൽഭ്യത്തോടെ പറയാൻ കഴിയണമെങ്കിൽ, अगर आज मैं आज परमेश्वर के प्रेम में बना हुआ हूँ करके इस तरह धैर्य से अगर मुझे बोलना है तो നമുക്ക് ഈ വചനത്തിൽ തന്നെ നിൽക്കണം. तो फिर हमें वचन में खड़ा रहना पड़ेगा. ഈ ലോകയാത്രയിൽ എപ്പോഴും വചനത്തിൽ നമ്മൾ നിലനിൽക്കണം. इस संसार के इस सफर में, इस यात्रा में हमें वचन में बना रहना चाहिए. നമ്മൾ യോഹന്നാൻ 15:10 കർത്താവ് പറഞ്ഞത് ഞാൻ ഓർപ്പിക്കാം. യോഹന്നാൻ 15:10 में प्रभु ने एक बात कहा. യോഹന്നാൻ 15:10 ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എന്റെ സ്നേഹത്തിൽ വസിക്കും. पढ़ेंगे जॉन 15:10. यदि तुम मेरी आज्ञाओं को मानोगे तो मेरे प्रेम में बने रहोगे, जैसा कि मैंने अपने पिता के आज्ञाओं को माना है और उसके प्रेम में बना रहता हूँ. അപ്പോൾ കർത്താവ് എപ്പോഴും പിതാവിന്റെ ആ വചനത്തിൽ ആ കൽപ്പനകളിൽ തന്നെയാണ് നിലനിന്നത്. इसलिए हम देखते हैं कि प्रभु हमेशा पिता के आज्ञाओं में बना रहता था. എന്തുകൊണ്ടാണ് ഒന്നാമത്തെ രാജാവായ ശൗൽ ആ സ്ഥാനത്ത് നിന്ന് തള്ളപ്പെട്ടത്? क्यों हुआ? पहला राजा, इसराइल का पहला राजा जो शाऊल, उसका वो पदवी से, अधिकार से वो हट गया. നമ്മൾ അവിടെ വായിച്ചല്ലോ, അല്ലെങ്കിൽ അവൻ തന്റെ ദൈവത്തിന്റെ വചനം കൽപ്പന പ്രമാണിച്ചില്ല. हमने वहां पर पढ़ा कि वो परमेश्वर का वचन जो आज्ञा था उस पर वो बना नहीं रहा. നമ്മള് 1 ശമൂവേൽ 11:14 വായിച്ചതാണ്. हम लोग पहला सामुएल 13:14 में हमने पढ़ा था. ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ. इसलिए एक बात याद दिलाना चाहता हूँ. നമ്മൾ ദൈവവചനത്തെ ദൈവകൽപ്പനയെ വിട്ടുകളയുമ്പോൾ നമ്മൾ ദൈവത്തെ വിട്ടുകളയാണ്. हाँ, अगर जब हम परमेश्वर की आज्ञाओं को, उन्होंने दिया हुआ बातों को, उनको टुकरा रहे, मतलब हम परमेश्वर को ही टुकरा रहे. നമ്മൾ വചനത്തെ സ്നേഹിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുക. हमें जब हम वचन से हम प्रेम करते हैं, वास्तव में हम परमेश्वर को प्रेम कर रहे हैं. നാം വചനം അനുസരിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ അനുസരിക്കുക. हम लोग जब वचन को मानते समय में वास्तव में हम परमेश्वर को ही मान रहे हैं. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവത്തോടുള്ള ഏത് കടപ്പാടിന്റെയും ആധാരം ദൈവത്തിന്റെ വചനമാണ്. क्योंकि हमें परमेश्वर की ओर के साथ जो भी बातें का लेन देन या जिम्मेदारी जो भी बातें आता है वो परमेश्वर के वचन के आधार से आता है. അതുകൊണ്ട് തന്നെ വിശുദ്ധന്മാര് രക്ഷിക്കപ്പെട്ടാൽ പിന്നീട് നമ്മൾ കർത്താവിനെ അറിയുവാൻ, കർത്താവിനെ പഠിക്കുവാൻ, കർത്താവിന്റെ ഹിതം അറിയുവാൻ എല്ലാം നമ്മൾ ഈ ദൈവവചനത്തെ നമ്മൾക്ക് കേൾക്കുകയും അറിയുകയും അത് അനുസരിക്കുകയും ചെയ്യേണ്ടത് പ്രാധാന്യമുള്ള കാര്യം. इसके लिए एक विश्वास, एक व्यक्ति जब वो विश्वासी बन जाता है, उद्धार पाता है, नया जन्म होता है, तो वो हमेशा वचन में क्या लिखा है, पवित्र शास्त्र क्या कहता है, वचन को खोजी होकर उसमें क्या क्या बातें जानने का वो एक जवाब जिम्मेदारी बनता है. നമുക്ക് അതിമനോഹരമായ ഒരു വാക്യം ഞാൻ 119 സങ്കീർത്തനത്തിൽ നിന്നും നിങ്ങളോട് പറയട്ടെ. एक बहुत ही अद्भुत और मनोहर वाक्य 119 भजन संगीता से मैं पढ़ाना चाहता हूँ. Psalm 119 അതിന്റെ 119 വാക്യം. 119 का 38. നിന്നോടുള്ള ഭക്തിയെ വർദ്ധിപ്പിക്കുന്നതായ നിന്റെ വചനം, നിന്നോടുള്ള ഭക്തിയെ വർദ്ധിപ്പിക്കുന്നത് നിന്റെ വചനമാണ്. पढ़ेंगे 119 का 38. तेरा वचन जो तेरे भय मानने वालों के लिए है, उसको अपने दास के निमित्त भी पूरा कर. അപ്പോൾ അത് യഥാർത്ഥത്തിൽ നമ്മൾ അത് ഒന്നുകൂടെ ഇതായിട്ട് പറയണം. നമ്മുടെ ഭക്തി, ദൈവഭക്തിയെ വർദ്ധിപ്പിക്കുന്നതാണ് ദൈവവചനം. वो एक्चुअली इस रीति से आता है. मलयालम के अनुवाद करेंगे तो परमेश्वर का वचन जो अपने दासों को क्या कराता है, वो जो परमेश्वर की ओर भय मानता है उनकी ओर भक्ति बढ़ाता है. Praise the Lord. ഈ ദൈവവചനത്തെ ഭയപ്പെടുക എന്നുള്ളതും നമ്മുടെ ഒരു കർത്തവ്യത്തിൽപ്പെട്ട കാര്യമാണ്. देखो परमेश्वर को भय मानना भी हमारे एक बहुत ദൈവവചനത്തിന്റെ ഭയം, परमेश्वर का वचन का भय करना ये हमारे और बहुत बड़ा एक जवाबदारी है. ശ്രദ്ധിക്കുക, ध्यान से सुनना. നമുക്ക് ദൈവഭയം വേണം. हमें परमेश्वर का भय चाहिए. ദൈവഭയം ഇല്ലാതെ വരുന്നത് നമ്മുടെ ആത്മീയത്തെ തകർത്ത് കളയും. जो अगर परमेश्वर का भय में रहकर बिना परमेश्वर का भय के अगर हम आएंगे तो हमारा आत्मिक जीवन गिर जाएगा. അതേ ദൈവഭയം ദൈവവചനത്തോടും വേണം. वही सेम परमेश्वर का जो भय है वो परमेश्वर का वचन की ओर भी चाहिए. കാരണം ദൈവവചനത്തെ ഭയപ്പെടുക എന്ന് പറയുന്നത് ദൈവത്തെ ഭയപ്പെടുന്ന. क्योंकि जो परमेश्वर का वचन से भय होकर जीता है वो वास्तव में परमेश्वर से भय मानकर जीता है. നിങ്ങൾ ഈ വചനത്തെ ദൈവത്തിൽ നിന്നും വേർപെട്ട് കാണരുത്. इसलिए परमेश्वर का वचन को परमेश्वर से अलग नहीं रखना. Praise the Lord. Praise the Lord. പലർക്കും പറ്റുന്ന ഒരു വലിയ അബദ്ധം അങ്ങനെയാണ്. बहुत लोगों से सबसे बड़ा गलती होता है. അത് കാരണം വെച്ചാൽ അവർ വചനത്തിന് ദൈവത്തോടുള്ള ബന്ധത്തിൽ അതിനുള്ള പ്രാധാന്യം കൊടുക്കുന്നില്ല. क्योंकि वो परमेश्वर को और
परमेश्वर का वचन को तुलना करते हुए वचन को वो लोग ज्यादा मूल्यता नहीं देते। ഞാൻ നിങ്ങളോട് വീണ്ടും ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കട്ടെ പ്രിയമുള്ളവരെ, मैं एक और बार फिर से परमेश्वर के प्रेम में आपको याद दिलाना चाहता हूँ। നമുക്ക് ദൈവവചനത്തിങ്കൽ വിറയ്ക്കുന്ന ഒരു ഹൃദയം നമുക്ക് ആവശ്യമാണ്. हमें परमेश्वर के वचन की ओर एक कांपने वाला मन रहना जरूरी है। നമ്മള് യേശയ്യാ പ്രവചനം 66-ാം അധ്യായം 2-ാം വാക്യത്തിന്റെ ബി പാർട്ടിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്. ഐസയ का पुस्तक 64 अध्याय Isaiah 64 उसका 66 ओके 66 അതിന്റെ 2-ാം വാക്യത്തിന്റെ അവസാന ഭാഗം, उसका दूसरा वाक्य के आखिरी भाग में Isaiah 66 का 2 നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയ വാക്യം. आप सब लोगों को मिला होगा। ഞാനിത് വളരെ സ്ലോയിലാണ് പോകുന്നത്. आज मैं बहुत स्लोली जा रहा हूँ കാരണം അനേകരും ഇന്നും ദൈവവചനത്തിന് വേണ്ടിയുള്ള വിശപ്പും ദാഹവും കുറയുന്നതായിട്ട് അങ്ങനെ ഒരു ആത്മപ്രേരണ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഈ വിഷയത്തെ ഒന്നുകൂടെ വിശദമായി പറയാൻ ആഗ്രഹിക്കുന്നു. क्योंकि मुझे ऐसा हुआ, मुझे ऐसा बोझ आया कि बहुत लोग हैं जो परमेश्वर के वचन की ओर उनका भूख और प्यास कम हो रहा है करके ऐसा बोझ हुआ, इसलिए मैं बार बार आपको वचन का मूल्यता को याद दिलाना चाह रहा हूँ। കാരണം അല്ല, നിങ്ങൾക്ക് എല്ലാ ദിവസവും കർത്താവ് തന്റെ വചനത്തിലൂടെ നിങ്ങളോട് സംസാരിക്കുവാൻ സന്ദേശം നിങ്ങൾക്ക് വേണ്ടി അയക്കുന്നുണ്ട്. क्योंकि हमेशा प्रभु आपसे बात करने के लिए परमेश्वर की ओर से संदेश आपको मैं पहुंचा रहा हूँ। എന്നിട്ടും എല്ലാവരും അത് കേൾക്കുവാൻ പോലും ഉത്സാഹിക്കുന്നില്ല. लेकिन क्या सब लोग उस वचन को सुनने के लिए उत्साहित है क्या? മാത്രമല്ല, ആ വചനം കേട്ടിട്ട് ആ വചനത്തെ കൈക്കൊള്ളുകയും മറ്റുള്ളവരിലും അത് എത്തണം എന്നുള്ള ഒരു ആഗ്രഹമുള്ളവരെ ശരിക്ക് കാണുന്നത് വളരെ അപൂർവം. और उतना ही नहीं, वचन को सुनने की दिलचस्पी है उतना ही नहीं, बल्कि सुनने के बाद भी और वचन मिलने के बाद भी दूसरों की ओर बांटने के लिए वो मन भी नहीं है लोगों में। ഇതെല്ലാം കാണിക്കുന്നത് ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്നും അവർ അറിഞ്ഞോ അറിയാതെയോ അവർ അകന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ്. तो ये वास्तव में क्या है? परमेश्वर का प्रेम से वो लोग जाने अनजाने दूर हो गया है, इसके लिए है। Praise the Lord. Praise the Lord. നിങ്ങളൊരു ദൈവസ്നേഹം നമുക്ക് വെളിപ്പെടുന്നത് ദൈവവചനവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൽ തന്നെയാണ്. क्योंकि परमेश्वर का प्रेम हमें किस रीति से प्रकट होता है? परमेश्वर का वचन के साथ मैंने जिस रिश्ता रखा है उसके आधार पर है। നിങ്ങൾ ദൈവത്തെ ഭയപ്പെടുന്നുവെങ്കിൽ ദൈവവചനത്തെയും ഭയപ്പെടും. അങ്ങനെ വചനത്തെ ഭയപ്പെടുമ്പോഴുള്ള ഒരു വലിയ പ്രയോജനമാണ് നമ്മൾ ഈ യേശയ്യാ 66-ന്റെ ബി പാർട്ടിൽ വായിക്കുന്നത്. तो अगर मैं परमेश्वर से अगर मैं भयभीत रहता हूँ तो मैं परमेश्वर के वचन को भी मैं भय मानूंगा। अगर परमेश्वर के वचन को मैं भय मानूंगा, उसका प्रति उत्तर में क्या होगा? Isaiah 67 का उसका 2 का आखिरी भाग में हम पढ़ते हैं, എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും എന്റെ വചനത്തെങ്കിൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. पढ़ेंगे। परंतु मैं उसी की ओर दृष्टि करूंगा जो दीन और खेदित मन का हो और मेरा वचन सुनकर थरथराता हो। കണ്ടോ? അപ്പോൾ കർത്താവിന്റെ വലിയ കൃപ നമുക്ക് പ്രാപിക്കുവാൻ, കർത്താവിന്റെ വലിയ കടാക്ഷം നമുക്ക് ലഭിക്കുവാൻ നമുക്ക് ദൈവവചനത്തെങ്കിൽ വിറയ്ക്കുന്ന ഒരു ഹൃദയം ഉണ്ടായിരിക്കും. यानी कि प्रभु के ओर से बहुत बड़ा अनुग्रह पाने के लिए परमेश्वर का वचन की ओर से जो गहराई की बातें वो हमें समझाना है, तो उनके वचन के सामने हमें थरथराना या थरथराने का अवस्था होना चाहिए। അതേ അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ 66-5 യഹോവയുടെ വചനത്തെങ്കിൽ വിറയ്ക്കുന്നവരെ, യഹോവയുടെ വചനത്തെങ്കിൽ വിറയ്ക്കുന്നവരെ അവന്റെ വചനം കേട്ടുകൊള്ളുവിൻ. हाँ, और वही 67 का 5 में भी हम पढ़ते हैं। 66 का 5 का शुरुआत बार पढ़ेंगे। 66:5 जो कहते हैं हट जा, मेरे निकट मत आ, क्योंकि मैं Isaiah 66 66 हाँ 67 बोला ना, 66:5 तुम जो यहोवा का वचन सुनकर थरथराते हो, हाँ। यहोवा का वचन सुनो। हाँ, यहोवा का वचन सुनकर थरथराते हो, यहोवा का वचन सुनो। Praise the Lord. मैं നമ്മള് വളരെ നമുക്കിന്ന് ദൈവവചനം കേൾക്കുമ്പോൾ അങ്ങനെ ഒരു ഭയം ഉണ്ടോ? तो इस रीति का वो तड़तड़ाहट या वो भय कि आज हमने प्रभु का वचन की उपस्थिति में है क्या? നമുക്കറിയാം, പിന്നെ ദാവീദ് 119-ാം സങ്കീർത്തനത്തിന്റെ അതിന്റെ 161-ാം വാക്യത്തിന്റെ ബി പാർട്ടിൽ പറയുന്ന തന്റെ ഒരു അനുഭവമുണ്ട്. वहाँ पर 119 भजन संगीता का 161 में जब हम पढ़ते समय में 119 का 161 में 119 का 161 का शुरुआत भाग में ബി പാർട്ട്. ओके बी पार्ट में എങ്കിലും നിന്റെ വചന നിമിത്തം എന്റെ ഹൃദയം പേടിക്കുന്നു, എന്റെ ഹൃദയം പേടിക്കുന്നു. 161 पढ़ेंगे। परंतु मेरा हृदय तेरे वचनों का भय मानता है। हाँ, तेरे वचनों को भय मानता है, यानी डर जाता है।
പ്രൈസ് ലോർഡ്. मैं നമ്മൾ ചിന്തിക്കുന്ന ദൈവം हम जरा सोचिए प्रियो, ഇന്ന് അനേകർക്കും ദൈവവചന കേൾവിയില് അങ്ങനെ യാതൊരു വ്യത്യാസമില്ല. आज बहुत से लोगों को परमेश्वर का वचन की उपस्थिति के आते समय में ऐसा कोई बदलाव फर्क दिखता नहीं है उनको। കാരണം ഇത് ആരുടെ വചനമാണ്, ഈ വചനം അനുസരിച്ചില്ലെങ്കിലുള്ള ദോഷം എന്താണെന്ന് ചിലപ്പോൾ അവർക്ക് അറിഞ്ഞുകൂടായിരിക്കാം. ये वचन किसका है और ये वचन को अनसुनी किया तो उसका दोष क्या होगा, वो लोग नहीं जानते। അതിന്റെ ഗൗരവം മനസ്സിലാക്കണം. उनका गंभीरता क्या है, गौरव क्या समझना है। ഇസ്രായേൽ ജനങ്ങൾക്ക് ഈ വചനം ഇങ്ങനെ കേൾക്കുക എന്നുള്ളത് അവരുടെ ഒരു പാരമ്പര്യത്തിന്റെ ഒരു സ്വഭാവം പോലെയൊക്കെ അങ്ങ് ആയി മാറി. देखो इसराइल का अवस्था क्या है, परमेश्वर का वचन को सुनना बोला तो वो उनका पारिवारिक रीति का रीत रिवाज बन गया था। അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, इसलिए परमेश्वर उनसे कहने लगा, എഹെസ്കേൽ പ്രവചനം 33:31-32 വാക്യങ്ങളിൽ, एजेकिएल का पुस्तक उसका 33 अध्याय उसका 31 और 32 में, സംഘം കൂടി വരുന്നത് പോലെ അവർ നിന്റെ അടുക്കൽ വന്ന് എന്റെ ജനമായിട്ട് നിന്റെ മുമ്പിൽ ഇരുന്ന് നിന്റെ വചനങ്ങളെ കേൾക്കുന്നു, എന്നാൽ അവർ അവയെ ചെയ്യുന്നില്ല. വായിക്കൊണ്ട് അവർ വളരെ സ്നേഹം കാണിക്കുന്നു, ഹൃദയമോ ദുരാഗ്രഹത്തെ പിന്തുടരുന്നു. നീ അവർക്ക് മധുരസ്വരവും വാദ്യ നൈപുണ്യവുമുള്ള ഒരുത്തിന്റെ പ്രേമഗീതം പോലെ ഇരിക്കുന്നു. അവർ നിന്റെ വചനങ്ങളെ കേൾക്കുന്നു, ചെയ്യുന്നില്ല താനും. पढ़ेंगे एजेकिएल 33 का 31 32। वे प्रजा के सामने मेरे पास आते और मेरी प्रजा बनकर मेरे सामने बैठकर मेरे वचन को सुनते हैं, परंतु वे न उन पर चलते नहीं। मुंह से तो वे बहुत प्रेम दिखाते हैं, परंतु उनका मन लालच ही में लगा रहता है। तो उनकी दृष्टि में प्रेम के मधुर गीत गाने वाला और अच्छा बजाने वाला सा ठहरा है, क्योंकि वे तेरे वचन को सुनते तो है परंतु उन पर चलते नहीं। അപ്പോൾ നമ്മൾ ചിന്തിക്കുക, അവർ വചനം കേൾക്കുമ്പോൾ നല്ല വചനമാണെന്നും വളരെ പ്രശംസയൊക്കെ പറയും. അവരുടെ അതരങ്ങളിൽ ഭയങ്കര ഭക്തി, മറ്റുള്ളവരോ അതിൽ പ്രശംസിക്കുവാനും അവർക്ക് ഇത് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറയുവാനും ഒക്കെ അവർക്ക് വളരെ താല്പര്യം. तो वो लोग क्या इधर का स्वभाव देखो, वो लोग वचन सुनते हैं, यहाँ तक कि वचन आज कितना अच्छा वचन था, कितना गहरा संदेश था, इस तरह उनके होठों में हमेशा शब्द होता है दासों के विषय में। वो हमेशा बोलते हैं, लोगों को सुनाने के लिए हमेशा बोलते हैं, यानी कि उनका होठों से भक्ति दिखता है लेकिन वचन उनको मानते नहीं। അവരുടെ ഹൃദയം ദുരാഗ്രഹത്തെ പിൻപറ്റുക, लेकिन उनका हृदय दुष्ट बातों के पीछे चला गया। എത്ര ഭയങ്കരല്ലേ! देखो कितना भयानक बात है ना। നമുക്ക് ഇന്ന് ദൈവത്തോട് യഥാർത്ഥമായിട്ടുള്ള ശരിയായിട്ടുള്ള ഒരു കൂറുണ്ടോ? क्या आज हमें परमेश्वर का वचन की ओर का सही भक्ति है क्या? നമ്മള് ധാരാളം വചനം കേട്ടതല്ലേ? हम लोग तो बहुत वचन सुने हैं ना, അല്ലെ? ഈ വചനം കേട്ടതിന്റെ പ്രയോജനം നമുക്കുണ്ടോ? और ये वचन सुनने का फायदा लाभ हुआ है क्या? നമുക്കറിയാം, കർത്താവ് സഭകളോട് പറയുമ്പോൾ സർദീസ് സഭയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. जब प्रभु कलीसियाओं से बात करते समय में, सरदीस कलीसिया से बात करते समय में, प्रकटीकरण का पुस्तक में അതിന്റെ 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം, उसका 3रा अध्याय 3रा वाक्य, प्रकटीकरण 3 का 3, ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും, ഏത് നാളേക്ക് നിന്റെ മേൽ വരും എന്ന് നീ അറിയുകയുമില്ല. ഒരു ഭയങ്കര മുന്നറിയിപ്പാണ് ഈ വചനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. पढ़ेंगे 3 का 3 प्रकटीकरण। इसलिए स्मरण कर कि तूने कैसी शिक्षा प्राप्त की और सुनी थी और उसमें बना रहो और मन फिरा। यदि तू जागरूक न रहेगा तो मैं चोर के समान आ जाऊंगा और तू कदापि न जान सकेगा कि मैं किस घड़ी तुझ पर आ पड़ूंगा। അപ്പോൾ നമ്മളിവിടെ പ്രത്യേകം എടുത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞാൽ, നീ കുറെ കാര്യങ്ങൾ പ്രാപിച്ചതല്ലേ? तो यहाँ पर देखो, तुम लोगों ने कुछ बातों को प्राप्त किया है, നിങ്ങൾ അനേക കാര്യങ്ങൾ കേട്ടതല്ലേ? तुम लोग बहुत से बातों को तुमने सुना है, എന്നാൽ അതെല്ലാം നിങ്ങളുടെ ഉള്ളിൽ കാക്കുന്നുണ്ടോ? लेकिन वो सब बातों को तुम पकड़े रखे हैं क्या? അതിനനുസരണമായി മാനസാന്തരപ്പെടുന്നുണ്ടോ? उसके अनुसार तुम लोग मन फिरा रहे हो क्या? ദൈവം തന്റെ ആഗ്രഹങ്ങളെ തന്റെ വചനത്തിലൂടെ നമ്മളെ കേൾപ്പിക്കുമ്പോൾ, जब प्रभु का इच्छा और उनका आग्रह की बातें उनका वचन के द्वारा जब वो हमें को सुनाता है, ദൈവങ്ങളെ നമ്മളത് ദൈവവചനമായിട്ട് തന്നെ കൈക്കൊള്ളുന്നുണ്ടോ? तो उसको परमेश्वर का वचन आ रहा है बोलकर उसी भय से हम लोग उसको स्वीकारते हैं क्या? ആ വചനത്തെ ദൈവവചനമായിട്ട് നമുക്ക് കൈക്കൊള്ളാൻ കഴിയുന്നുണ്ടോ? वो वचन को परमेश्वर का वचन है, ये परमेश्वर का वाणी है बोलकर वही गंभीरता से हम उनको लेने को हो पा रहे हैं क्या? അതോ നിങ്ങൾ ഈ വചനത്തെ നിസാരവൽക്കരിക്കുന്നുവോ? या फिर ये वचन को आप हल्के में ले रहे हैं क्या? Praise the Lord. Praise the Lord. ഞാൻ ഒരു കാര്യം ഞങ്ങൾ ഓർപ്പിക്കാം. इसलिए एक बात मैं याद दिलाना चाहता हूँ, ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ
हम लोग जब परमेश्वर की उपस्थिति में बने रहते समय में, ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ परमेश्वर का वचन में जब हम सुनते समय में, ദൈവവചനമാണെന്നുള്ള ആ ആദരവോടും ഭയത്തോടും വിറയലോടും കൂടി കേൾക്കുന്നവർക്കാണ് ഈ വചനം ജീവനായി പരിണമിക്കുന്നത്. ये परमेश्वर का वचन है, वही गंभीरता से वही मूल्यता देते हुए भक्ति पूर्वक भय से अगर सुनेगा तो ही वो वचन उनको लाभ मिलेगा. നമുക്കറിയാം 1 തെസ്സലോനിക്കർ 2:13 പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്. पहला തെസ്സലോനി 2:13 में प्रेरित ऐसा कहता है पौलुस, ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു, മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുന്നു, വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. पढ़ेंगे पहला തെസ്സലോനി 2:13. इसलिए हम भी परमेश्वर का धन्यवाद निरंतर करते हैं कि जब हमारे द्वारा परमेश्वर का सुसमाचार का वचन तुम्हारे पास पहुंचा तो तुमने उसे मनुष्य का नहीं परंतु परमेश्वर का वचन समझकर और सचमुच ये ऐसा ही है ग्रहण किया, और वो तुम विश्वासियों में जो विश्वास रखते हो और जो विश्वास रखते हो आगे प्रभावशाली है, उसमें उनके अंदर प्रभावशाली है. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? अभी आप लोग समझ गए क्या? പ്രിയമുള്ളവരെ, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒന്ന് നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുന്നു. तो एक तो हम लोग सुनने वाला वचन की उपस्थिति में आते समय में सबसे पहले हम लोग परमेश्वर की उपस्थिति में है. മറ്റൊന്ന് നമ്മൾ കേൾക്കുന്നത് എന്തെങ്കിലും കഥകളല്ല, മറ്റുള്ള ഏതെങ്കിലും ലോകപരമായ കാര്യങ്ങളല്ല, ദൈവത്തിന്റെ വചനമാണ്. और दूसरी बात यह है कि इस उपस्थिति में बैठे समय में हम लोग कोई कथा कहानी नहीं सुन रहे, हम कोई संसार की बातें नहीं सुन रहे, बल्कि परमेश्वर का वचन को सुन रहे हैं. അപ്പോൾ ഈ വചനം കേൾക്കുമ്പോൾ നമ്മൾ എത്രമാത്രം അതിന് ഭയത്തോടും വിറയലോടും കൂടി അത് അനുസരിക്കാനുള്ള മനോഭാവത്തോടു കൂടി നാം കേൾക്കണം. इसलिए परमेश्वर का वचन की उपस्थिति में बैठते समय में कितना डरते हुए कांपते हुए ये बात को मुझे मानना है, परमेश्वर का वचन है बोलकर उस मनो अवस्था में वचन को सुनना है. ഈ വചനത്തെ നമ്മൾ മുറുകെ പിടിക്കണം. ये वचन को हमें थामे रहना है. ഈ വചനത്തിൽ നമ്മൾ നിലനിൽക്കണം. इस वचन में हमें बने रहना है. ഈ വചനം വളരെ ഭയത്തോടും വിറയലോടും കൂടി നമ്മൾ അനുസരിക്കണം. और ये वचन को डरते हुए कांपते हुए वचन का आज्ञा का पालन करना है. Praise the Lord. Praise the Lord. നമ്മൾ എത്രയോ പ്രാവശ്യം ഞാൻ പല വിശുദ്ധന്മാരോടും കാണുമ്പോഴൊക്കെ ഇത് ഇന്നലത്തെ മെസ്സേജ് കേട്ടോ? കേട്ടു. എന്തായിരുന്നു മെസ്സേജ്? ഓർമ്മയില്ല. मैं बहुत बार जब भी मैं पवित्र जनों को जब मैं मिलता हूँ तो मैं उनको पूछता हूँ कल का संदेश सुना क्या? हाँ सुना करके बोलते. उस संदेश में क्या लिखा, क्या आपको समझ में आया, क्या सुना आपने, याद नहीं. എന്തിന് നമ്മൾ മീറ്റിങ്ങിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അന്ന് പറഞ്ഞത് വൈകിട്ട് ചോദിച്ചാൽ പലർക്കും അറിഞ്ഞുകൂടാ. हाँ, यहाँ तक कि वो जो हमारे संगति में आने वाले लोगों को ही सवेरे संदेश कुछ तो सवेरे या दोपहर से उनको बात किया रहेगा, उस दिन शाम को पूछेगा, उसी दिन शाम को पूछेगा, याद नहीं रहता. ഞാൻ ചിന്തിക്കുകയായിരുന്നു, तो मैं सोच रहा था കൊർന്നല്യോസ് വാസ്തവത്തിൽ എത്രമാത്രം നല്ലൊരു ഭക്തനായി. कर्नोलोस वो वास्तव में कितना बड़ा और कितना अच्छा भक्त था वो. കാരണം പത്രോസിനെ തന്റെ ഭവനത്തിൽ വിളിച്ച് ദൈവവചനം കേൾക്കുവാനായിട്ടുള്ള മുഖാന്തരങ്ങൾ ഒരുക്കിയപ്പോൾ കൊർന്നല്യോസും അവിടെ കൂടി വന്നവരും എത്ര താല്പര്യത്തോടു കൂടി എത്ര ഭയഭക്തിയോടു കൂടി ആയിരുന്നു എന്നുള്ളത് നമുക്ക് ഈ വചനത്തിലൂടെ വളരെ വ്യക്തമായി മനസ്സിലാക്കാം. जब प्रभु की ओर से जब पत्रोस उसके घर में वहां पर आना और वहां पर आके वचन सुनने के लिए आते समय में तो कर्नेलियुस किस रीति से घर को सब बातों को तैयार करके रखता है और सब लोगों को वो न्योता देकर घर वालों को भी बिठाता है ताकि वो लोग वचन को सुन सके. उस समय में कर्नेलियुस और उनको सुनने वाले लोगों का अवस्था कैसा था, कितना भक्ति से सुना करके वचन पढ़ने से मालूम पड़ता है. കാരണം പത്രോസ് ഒരു സാധാരണ മനുഷ്യനാണെന്ന് അതിന്റെ 3:13 4:13 വായിക്കുന്നുണ്ട്. पत्रोस तो एक साधारण व्यक्ति है करके वही 4:13 में हम पढ़ते हैं. അപ്പോൾ പത്രോസിന്റെ വലിയ ജ്ഞാനപരമായ വലിയ കാര്യങ്ങളൊന്നും കേൾക്കാൻ വേണ്ടി അല്ല അവർ കൂടിയത്. तो वहां पर पत्रोस कोई बड़ा बात देने वाला, कोई बड़ा प्रचार करने वाला बोलकर पत्रोस का बात सुनने के लिए नहीं वो लोग इकट्ठा हुए. ഇവിടെ ആ കൊർന്നല്യോസിന്റെ ആ ശബ്ദം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. 10:33 അപ്പോസ്തല പ്രവൃത്തി 10:33. प्रेरितों का कार्य उसका 10:33 में कर्नेलियुस किस रीति से बात करता है उसके विषय में हम देखते हैं. 10:33 ഞാൻ നിന്റെ അടുക്കൽ ആളയച്ചു, നീ വന്നത് ഉപകാരം. കർത്താവ് നിന്നോട് കൽപ്പിച്ചതൊക്കെയും കേൾപ്പാൻ ഞങ്ങൾ എല്ലാവരും ഇവിടെ നിന്റെ സന്നിധിയിലല്ല ദൈവത്തിന്റെ മുമ്പാകെ കൂടിയിരിക്കുന്നു. पढ़ेंगे 33. तब मैंने तुरंत तेरे पास लोग भेजे और तूने भला किया जो आ गया. अब हम सब यहाँ परमेश्वर के सामने हैं ताकि जो कुछ परमेश्वर ने तुझसे कहा है उसे सुने. हाँ देखो, परमेश्वर के सामने लोग बैठे, तेरे सामने नहीं बैठे. എന്റെ ദൈവദാസനെ ഞങ്ങളെല്ലാവരും ദൈവദാസനിൽ നിന്നും കേൾക്കാനായിട്ട് ദൈവദാസന്റെ വാക്കുകൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുക എന്നല്ല പറഞ്ഞേ. तो उधर ऐसा नहीं कहा पत्रोस घर पे आए हो तो हे महान प्रभु के दास, हमें आपके मुंह से निकलने वाला आपका वचन को सुनने के लिए आए, आपके सामने
सामने बैठे हैं करके ऐसा नहीं कर्नेलियुस ने कहा। അല്ലെ, ഇന്ന് പലപ്പോഴും കൂടുതൽ നമ്മുടെ മധ്യത്തിൽ ദൈവത്തിന്റെ ശ്രേഷ്ഠനായ ദാസൻ വന്നിരിക്കുന്നു. आप देखो कुछ कलीसिया के लोग क्या बोलते हैं, जब प्रभु का दास को वो लोग स्वागत करते समय में क्या बोलते हैं, आज हमारे बीच में परमेश्वर का बहुत बड़ा दास हमारे बीच में आया है। അപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നതിലൂടെ നമ്മളൊരു വിഗ്രഹാരാധനയും കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മള് ദൈവജനത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ ദൈവജനത്തിന് കൊടുക്കേണ്ട മഹാത്മ്യം കൊടുക്കുന്നില്ല. तो ऐसे इस तरह का तारीफ करके न्योता करते समय वास्तव में क्या हो रहा है, वहां पर वो व्यक्ति को इज्जत मिल रहा है। मतलब क्या, एक मूर्ति पूजा से शुरुआत से हम लोग वहां का संगति शुरू कर रहे हैं। Praise the Lord. അത് ചിലർക്ക് അങ്ങനെ ഒരു പ്രശംസ കിട്ടിയില്ലെങ്കിൽ അവർക്ക് പ്രസവം വരികയില്ല. और कुछ लोगों को क्या है, कुछ प्रचारक लोगों को अगर इस रीति से तारीफ करके बुलाएंगे नहीं तो उन लोगों के मुंह से प्रचार नहीं निकलता। फिर ദൈവമക്കളെ, നമ്മൾക്ക് എത്രമാത്രം കർത്താവിനെ ബഹുമാനിക്കുവാൻ, കർത്താവിനെ ആദരിക്കുവാനായിട്ട് കഴിയും. इसलिए हमें कितना अद्भुत रीति, हमें प्रभु को हमारा हर बातों में, हर शब्दों में, हर क्रियाओं में प्रभु को आदर दे और सम्मान देने का अवस्था हमारे अंदर से होना ഒരു चाहिए। അന്യജാതിക്കാരനായിരുന്ന കൊർന്നല്യോസ് പറയുന്ന ആ ശബ്ദം നിങ്ങൾ കേട്ടോ? एक अन्य जाति हुआ एक कोर्नेलियुस प्रभु का वचन सुनने के विषय में वो देखो क्या गवाही देता है। അവൻ പറയുന്നത്, കർത്താവ് നിന്നോട് കൽപ്പിച്ചതൊക്കെയും കേൾപ്പാൻ. वो क्या कहता है आखिरी भाग में कि परमेश्वर ने आपको क्या आज्ञा दिया है वो बात सुनने के लिए हम लोग परमेश्वर की उपस्थिति में बैठे हैं। അപ്പോൾ കർത്താവ് നിന്നോട് കുറെ കാര്യങ്ങൾ കൽപ്പിച്ചിട്ടുണ്ടല്ലോ. ये इसका मतलब परमेश्वर ने आपको कुछ बातें बोला है, അതുകൊണ്ട് നിന്നെ കേൾക്കാനായിട്ട് നിന്റെ പാദപീഠത്തിൽ ഇരിക്കുന്നതല്ല. इसलिए आपका बातें सुनने के लिए आपके पति चिन्हों में आपके घुटने पैरों तरह बैठे उसके लिए नहीं आए हम। ഞങ്ങളെല്ലാവരും കൂടി എന്റെ വീട്ടിൽ കൂടിയിരിക്കുന്നതല്ല. या फिर हम लोग सब लोग आज मेरे घर में इकट्ठा होकर बैठे, ऐसा भी नहीं कहा। പിന്നെ എന്താ പറഞ്ഞേ? लेकिन क्या कहा, ദൈവത്തിന്റെ സാന്നിധ്യം മനസ്സിലാക്കിക്കൊണ്ട് താൻ പറയുകയാണ്, ഞങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ കൂടിയിരിക്കുകയാണ്. परमेश्वर का उपस्थिति वहां पर था। वो बात को अच्छी रीति से जानकर वो डरते हुए कहता है हम लोग परमेश्वर की उपस्थिति में बैठे हैं। എത്ര വിലപ്പെട്ട കാര്യമാണ്. कितना मूल्यवान बात है ना वो। ഞങ്ങളെ ഇപ്പോൾ നിങ്ങൾ ഭവനത്തിലിരുന്നുകൊണ്ടായിരിക്കാം കേൾക്കുന്നത്. आप लोग शायद अपने अपने घरों में बैठकर आप लोग वचन सुनते रहेंगे, നല്ലൊരു കാര്യം ഞാൻ പറയട്ടെ. लेकिन एक बात कहना चाहता हूँ, ഞങ്ങളല്ല നിങ്ങളോട് സംസാരിക്കില്ല. लेकिन हम नहीं आपसे बात कर रहे हैं, ഞങ്ങളുടെ കർത്താവ് നിങ്ങളോട് हमारे द्वारा प्रभु बात कर रहा है। ഇത് കർത്താവിന്റെ വചനങ്ങളാണ്. ये परमेश्वर का वचन है। നിങ്ങൾ ഈ സത്യം മനസ്സിലാക്കണം. ये सत्य, ये यादार्थ सत्य को आप समझना है। നിങ്ങൾ കേൾക്കുന്നത് ദൈവത്തിന്റെ വചനമാണെന്ന് നിങ്ങൾ യഥാർത്ഥത്തിൽ ഉള്ളതുപോലെ ഗ്രഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്താൽ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളിൽ വെളിപ്പെടും. अगर ये आया हुआ संदेश, ये वाणी, ये परमेश्वर का वचन है, ये परमेश्वर बोल रहा है करके उस मन से अगर आप सुनेंगे तो परमेश्वर का कार्य आपके अंदर होएगा। നമ്മൾ ഇച്ചിരി മുമ്പ് 2:13 വായിച്ചല്ലോ. हम लोग थोड़ी देर पहले 1 തെസ്സലോനി 2:13 हमने पढ़ा था। അവർ കേട്ട വചനം ദൈവത്തിന്റെ വചനമായിട്ട് കേൾക്കുകയും അത് അങ്ങനെ തന്നെ വിശ്വസിക്കുകയും ചെയ്തു. കാരണം അങ്ങനെ തന്നെയാണ്. അവരിലാണ് ദൈവത്തിന്റെ ശക്തിയുടെ വലിയ വ്യാപാരം ഉണ്ടായത്, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടത്. तो वहां पर क्या हो गया, वो लोग जब प्रभु का वचन उनके बीच में आया तो वो मनुष्य का वचन नहीं बल्कि परमेश्वर का वचन है, वो एक सत्य वचन है करके उस रीति से वो लोग ने सुना। विश्वास करने वालों के अंदर बहुत बड़ा कार्य हुआ भी करके हम देखते हैं। ദൈവമക്കളെ, നമ്മള് കൂടി വരുമ്പോൾ, നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്ന് ദൈവവചനം കേൾക്കുമ്പോൾ തന്നെ ആ വചനത്തിന് കൊടുക്കേണ്ട മഹത്വം ആ ദൈവത്തിന് കൊടുത്താൽ ആ സമയത്ത് തന്നെ അവിടെ വലിയ ദൈവ പ്രവൃത്തി വെളിപ്പെടും. प्रिय, इसलिए हम लोग जब प्रभु की उपस्थिति में, संगति में जब इकट्ठा होते समय में, उस समय वचन आते समय में ये परमेश्वर की ओर से आया वचन है, परमेश्वर बात कर रहा है करके वो मूल्यता, वो सुनने वाला वचन को हम देंगे तो विश्वास करने वाले लोगों के अंदर प्रभु उनके जीवन में वचन के आधार पर कार्य करेगा। ഇവിടെ പത്രോസ് വലിയ പ്രസംഗ പാഠമുള്ള ആളൊന്നുമല്ല. देखो वहां पर पत्रोस जब कोर्नेलियुस के घर में आया, वो बहुत बड़ा प्रचारक और वेद पंडित बोल के ज्ञान प्राप्त करके वैसा ज्ञान लिखकर नहीं आया वो। എന്നാൽ ദൈവം തന്നിലൂടെ ആ ജനത്തോട് സംസാരിച്ചു. हाँ, तो वो कोई संदेश करके बोलने के लिए नहीं आया, बल्कि प्रभु ने उसको क्या बोला, वाणी दिया, वही बात लोगों को बोलने के लिए आया था। ആ വാക്കുകളെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? जब वो बात बोल ही रहा था तो लोगों के उधर क्या हो गया। നമ്മളതേ അപ്പോസ്തലപ്രവൃത്തി 10:44 വായിക്കുമ്പോൾ वही 10:44 में Acts 10:44 ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. 10:44 पढ़े 44 पत्रस ये बातें कह ही रहा था हाँ। कि पवित्र आत्मा वचन के सब सुनने वालों पर उतर आया। Praise the Lord. ദൈവത്തിന്റെ വചനത്തെ അതിൻ്റെതായ നിലവാരത്തിൽ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുന്ന ഒരു വ്യക്തിയിലേക്ക്
ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ വ്യാപാരം, വലിയ ശക്തി, വലിയ നിറവ് അവർക്ക് അനുഭവിക്കാൻ तो കഴിയും. इसके लिए प्रभु का वचन को, जिस वचन को मूल्यता जिस रीति से देना चाहिए, वही मूल्यता से, वही भक्ति को और भय से अगर हम सुनेंगे तो प्रभु का आत्मा का बहुत बड़ा सामर्थ, प्रभु का आत्मा का बहुत बड़ा कार्य, प्रभु का आत्मा में भरने का अवस्था में हो जाएंगे। ഞാൻ അതുകൊണ്ട് ദൈവമക്കളെ ഒരു കാര്യം പ്രത്യേകം ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, इसलिए मैं मेरे प्रिय प्रभु के बच्चों को एक बात मैं याद दिलाना चाहता हूँ। നമ്മൾ കേട്ടിരിക്കുന്ന ദൈവവചനങ്ങൾ എത്രയോ വട്ടം നമ്മൾ അതിനെ നിസാരവൽക്കരിച്ച് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. हम लोग सुनने वाला वचन को कितने बार हमारे जीवन में वो सुना हुआ वचन को हमने हल्के में लिया होगा, എന്നാൽ അങ്ങനെ ചെയ്യരുതേ. लेकिन प्रियो ऐसा ना करे। ഇതിന്റെ മഹാത്മ്യം നിങ്ങൾ മനസ്സിലാക്കണം. इसका मूल्यता क्या है, महानता क्या है, आप लोग समझे, ഈ വചനം ആത്മാവും ജീവനുമാണ്. क्योंकि यह वचन जीवन और आत्मा है। നിങ്ങൾ ഇത് നഷ്ടപ്പെടുത്തുമ്പോൾ നിങ്ങൾ ആത്മാവിനെയും ജീവനെയും നഷ്ടപ്പെടുത്തുകയാണ്. जब इसको हल्के में लेते समय में, तुच्छ मानते समय में, आप आत्मा और वचन को तुच्छ कर रहे हैं। കർത്താവ് പറഞ്ഞല്ലോ യോഹന്നാൻ 6:63 हाँ, प्रभु ने खुद कहा ना, यूहन्ना 6:63 में എന്താ പറഞ്ഞേ? प्रभु ने क्या कहा? ഞാൻ നിങ്ങളോട് സംസാരിച്ച ഈ വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. हाँ, जो वचन मैंने अभी तुमको बोला है वो आत्मा और जीवन है। പ്രിയമുള്ളവരെ, ഈ ദൈവത്തിന്റെ വചനം ഇത് ആത്മാവും ജീവനുമാകുന്ന വചനമാണ്. क्योंकि ये परमेश्वर का ये वचन, ये आत्मा और जीवन है। അപ്പോൾ നമ്മൾ നിസാരവൽക്കരിക്കുമ്പോൾ, തുച്ഛീകരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ആത്മാവിനെയും ജീവനെയും തുച്ഛീകരിക്കുകയാണ്. तो इसके लिए जब हम कुछ बातों को हल्का लेते समय में, वचन को तुच्छ मानते समय में, हम वास्तव में आत्मा और उनका जीवन को तुच्छ कर रहे हैं। അങ്ങനെ അരുതേ, अरुതേ, നിങ്ങൾ അങ്ങനെ ചെയ്യരുതേ. इसलिए प्रियो ऐसा ना हो, तुम्हारे बीच में ऐसा ना करे। നമ്മൾ എബ്രായ ലേഖനം 2:1 വായിക്കുമ്പോൾ, इब्रानियों 2:1 जब हम पढ़ते हैं, इब्रानियों 2:1, അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. पढ़ेंगे 2:1 इब्रानियों। इस कारण चाहिए कि हम उन बातों पर जो हमने सुनी है और भी मन लगाए, हाँ। ऐसा न हो कि कहीं बहकर उससे दूर चले जाए। ദൈവമുള്ളവരെ, നമ്മൾ കേട്ട കാര്യങ്ങൾ അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. हमें जो सुना हुआ वचन को और भी गहराई से, उसको और भी ये मजबूती से पकड़ने के लिए यत्न करें। അനേക സമയത്തും നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്നെ കാര്യങ്ങൾ പലപ്പോഴും പലർക്കും മനസ്സിലാകുന്നില്ല. बहुत बार क्या होता है, उस वचन आते समय में हमें ध्यान से सुनने को नहीं होने की वजह से वचन को हम समझ नहीं पाते। ഒന്നാമത്തെ കാര്യം, ഇത് പിന്നെ ഈ ലോകപരമായ കാര്യങ്ങളല്ല. क्योंकि सबसे पहली बात, ये संसार का बात नहीं है, ഇത് ആത്മീയ കാര്യങ്ങളാണ്, സ്വർഗീയ കാര്യങ്ങളാണ്, ഉന്നതമായ കാര്യങ്ങളാണ്. അത് നമ്മൾ ദൈവാത്മാവിൽ തന്നെ ആയിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഗ്രഹിക്കാൻ കഴിയൂ. क्योंकि ये आत्मिक बात है, स्वर्गीय बात है, ऊंचा बात है, और ये बात समझना है तो आत्मा में बने रहेगा तो ही हम समझ सकते हैं। നമുക്കറിയാം, കർത്താവിനോട് കൂടെ നടക്കുന്ന ശിഷ്യന്മാർക്ക് പോലും പലപ്പോഴും കർത്താവ് പറഞ്ഞ അനേക കാര്യങ്ങളും അവർക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. आप लोग जानते हैं ना, प्रभु के साथ रहने वाले उनके चेले लोग भी, प्रभु जब बहुत से बातें बात करते समय में उनके चेले लोग को समझ में नहीं आता था। കർത്താവ് തന്റെ മരണത്തെ കുറിച്ചും പിന്നെ തന്റെ പീഡാനുഭവങ്ങളെ കുറിച്ചും തന്റെ ഉയർപ്പിനെ കുറിച്ചും ഒക്കെ പറഞ്ഞപ്പോൾ ഇവർക്ക് ഇതൊക്കെ എന്തോ ഒരു കഥ പോലെ തോന്നി. हाँ, तो जब प्रभु बहुत बार उनको पकड़ाया जाएगा, उनको और अन्य जाति उनको पकड़ेंगे, उनको मारेंगे, क्रूस पे चढ़ाएंगे, और फिर वो गाड़ दिया जाएगा, और फिर वो पुनरुद्धान होगा, ये सब बातें जब उनको बोलते समय में वो एक कहानी के रूप में, मजे के रूप में हल्के से वो लोग ने लिया था। ഇന്ന് നമുക്ക് കേൾക്കുന്ന കാര്യങ്ങൾ, അതിന്റെ സത്യങ്ങൾ നമുക്ക് മറഞ്ഞിരിക്കുന്നുണ്ടോ? तो आज भी प्रभु का वचन को सुनते समय में उस वचन के अंदर जो सच्चाई है, क्या वो छुपा हुआ है क्या? നമുക്ക് വചനം കേൾക്കുമ്പോൾ നമുക്ക് ആത്മാവിൽ നമുക്ക് സന്തോഷിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താൻ കഴിയാറുണ്ടോ? या फिर वचन सुनते समय में उसमें मिला हुआ वो खुशी और आनंद क्या पवित्र आत्मा हमको दे रहा है क्या? നമ്മള് ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 44-45 വാക്യം വായിക്കുമ്പോൾ, लूका का पुस्तक उसका 9वां अध्याय उसका 44 और 45 जब हम पढ़ते हैं, നിങ്ങൾ ഈ വാക്ക് ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുവീൻ, മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുവാൻ പോകുന്നു എന്ന് പറഞ്ഞു. ആ വാക്ക് അവർ ഗ്രഹിച്ചില്ല, അത് തിരിച്ചറിയാതെ വണ്ണം അവർക്ക് മറഞ്ഞിരുന്നു. पढ़ेंगे 9 का 44-45 लूका। तुम इन बातों पर कान दो, क्योंकि मनुष्य का पुत्र मनुष्यों के हाथ में पकड़ाया जाने को है, परंतु वे इस बात को न समझे थे और यह उनसे छिपी रही कि वे उसे जाने न पाए। बस। നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. इसलिए प्रिय एक बात समझना, കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറയാ, प्रभु अपने चेलों से कहता है, മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു. मनुष्य का पुत्र मनुष्य के द्वारा पकड़ाया जाएगा। എന്തുകൊണ്ടാണ്? क्यों ऐसा होगा? കാരണം താൻ തന്റെ ജനത്തെ വീണ്ടെടുക്കാൻ വന്നത്. क्योंकि वो अपने लोगों को उद्धार देने के लिए आया है। Praise the Lord. Praise the Lord। കർത്താവ് വളരെ ആഴമായ കാര്യമാണ് പറയുന്നത്. और प्रभु बहुत ही गहरा बात कह रहा है। വീണ്ടെടുക്കുക എന്നുള്ളത് മനുഷ്യന് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു കാര്യം. उद्धार पाना या मुक्ति पाना ये मनुष्य से असंभव है, सोच भी नहीं सकते। Praise the Lord. Praise the Lord।
ഇവിടെ വിലപ്പെട്ട കാര്യം കർത്താവ് പറയുക. इसलिए इतना बहुमूल्य बात यहाँ पर प्रभु अपने चेलों से कह रहा है, എന്നാൽ അവർ ആ വാക്ക് ഗ്രഹിച്ചില്ല. लेकिन वो लोग वो बात को नहीं समझ पाए. അല്ലെ, ആ കാര്യങ്ങളെല്ലാം നമ്മൾ ഗ്രഹിക്കണ്ടേ? वो बात वो लोग समझना चाहिए था ना. ദൈവമക്കളെ, ഇന്ന് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ യഥാർത്ഥമായി വീണ്ടെടുക്കപ്പെട്ടവരാണെന്നുള്ള ആ ഒരു ബോധ്യം പോലും ഇന്ന് നിങ്ങളെ ഭരിക്കുന്നുണ്ടോ? इसलिए प्रियो, आज हम लोग सब तुम लोग सुनने वाले लोगों को मैं नया जन्म हो गया है, मेरा उद्धार हो गया करके क्या ये बोध भी आपको एहसास करके चला रहा है क्या? അത്രയെങ്കിലും ഒരു ആ ദൈവത്തിൽ നിന്നും നമുക്ക് പ്രാപിക്കുവാൻ കഴിഞ്ഞ വീണ്ടെടുപ്പിന്റെ അനുഭവം പോലും നമുക്കുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ദൈവ സ്നേഹത്തിൽ നിന്നും അകന്നിരിക്കാൻ കഴിയും? जो बात प्रभु की ओर से प्राप्त किया हुआ, जो उद्धार का कार्य है, जो प्रभु ने हम के लिए उद्धार का कार्य किया है, वो बेसिक बात भी अगर उसको अगर समझ के हम लोग लेंगे तो प्रभु का प्रेम में कितना गहराई में हम चल पाएंगे. अगर उसको मूल्यता नहीं देंगे तो प्रभु को हम नहीं समझ पाएंगे. ദൈവമക്കളെ, നമുക്ക് വേണ്ടി കർത്താവ് ചെയ്ത ആ വലിയ കാര്യം, നമ്മളെ വീണ്ടെടുക്കുവാൻ, നമ്മളെ രക്ഷിക്കുവാൻ, നമ്മളെ ദൈവമക്കളാക്കി തീർക്കുവാൻ, നമ്മളെ സ്വർഗ്ഗയോഗ്യരാക്കി തീർക്കുവാൻ കർത്താവ് ചെയ്ത ആ ഒരു കാര്യമെങ്കിലും നമ്മൾ ചിന്തിക്കാറുണ്ട്. इसलिए प्रभु ने हमारे लिए जो किया हुआ कार्य, प्रभु ने जो किया हुआ कार्य, हमको उद्धार दिया, हमें मुक्ति का रास्ता दिया, हमसे प्रेम किया, हमें स्वर्गीय स्थानों में बिठाया, क्या ये बात को भी हम लोग सही रीति से समझ पाकर सुनकर उसी में मनन करते हैं क्या? എന്റെ കർത്താവ് എന്നെ രക്ഷിക്കാൻ വേണ്ടി എന്ത് ചെയ്തെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ? मेरा प्रभु मुझे बचाने के लिए क्या क्या उसने किया बोलकर ये बात आप लोग सोचते हैं क्या? എന്റെ രക്ഷ എന്നുള്ളത് അസാധ്യമായിരുന്നു എന്നുള്ളത് നമുക്ക് ഓർമ്മയില്ലേ? क्या मेरा उद्धार के विषय में आते समय में वो मनुष्य की ओर से असंभव है, वो कर ही नहीं सकता था, हो ही नहीं सकता था करके ये बात आप लोग जानते हैं ना? ഞാൻ ചിലപ്പോഴൊക്കെ 49 സങ്കീർത്തനം 7 മുതൽ 9 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ഞാൻ വളരെ കണ്ണുനീരോടെ കർത്താവിനെ സ്തുതിക്കാറുണ്ട്. Yes, मैं बहुत बार 49 भजन संगीता पढ़ते समय में 7 से 9 पढ़ते समय में बहुत बार मैं आंसू से बहकर मैं वो वाक्य पढ़ता हूँ. സഹോദരനെ ശൗക്കഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയുകയില്ല. അവരുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത് അത് ഒരു നാളും സാധിക്കില്ല. നിങ്ങൾ അതൊന്ന് ദൈവാത്മാവിലോ ആ വാക്യം ഒന്ന് വായിച്ച് ശ്രദ്ധിക്കുക. जरा आत्मा में वो ये वचन को समझना. 7 और 8 में 49 का 7 और 8 भजन संगीता. उनमें से कोई अपने भाई को किसी भांति छुड़ा नहीं सकता है और न परमेश्वर को उसके बदले प्रायश्चित में कुछ दे सकता है, क्योंकि उनके प्राण की छुड़ौती भारी है, वह अंत कभी न चुका सकेंगे. ദൈവമക്കളെ, നമ്മളെ വീണ്ടെടുക്കുക എന്നുള്ളതും വീണ്ടെടുപ്പ് വില കൊടുക്കുക എന്നുള്ളതും ഇത് മനുഷ്യന് അസാധ്യമായ കാര്യമാണ്. प्रिय, हमें छुटकारा देना और उस छुटकारे के बदले कुछ मूल्य बलि देना, उसके बदले कुछ देना और मनुष्य से असंभव की बात है. എന്നിട്ടും നമ്മുടെ കർത്താവ് അതിനുവേണ്ടിയല്ലേ വന്നേ? लेकिन हमारा प्रभु उसी के लिए आया ना. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? हमारा प्रभु आप लोगों के लिए क्या क्या किया? നമുക്ക് വേണ്ടി, हमारे लिए. നമുക്ക് വേണ്ടി കർത്താവ് എന്ത് ചെയ്തു? हमारे लिए प्रभु ने क्या क्या किया? എന്നിട്ട് വ്യക്തിപരമായിട്ട് എനിക്ക് വേണ്ടി എന്റെ കർത്താവ് എന്ത് और ചെയ്തു? फिर व्यक्तिगत रूप में मेरे लिए प्रभु ने क्या क्या किया? നമുക്കൊരിക്കലും വീണ്ടെടുക്കപ്പെടുക എന്നുള്ളത് നമുക്കൊരിക്കലും അത് ചിന്തിക്കാൻ പോലും പറ്റില്ല. क्योंकि प्रियो, छुटकारा पाना बोला तो वो मनुष्य से वो कभी सोच भी नहीं सकता था. മലയാളത്തിൽ ഒരു പാട്ടുണ്ട്, मलयालम में एक गीत है, വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്ന് രക്ഷകന്റെ വേല ചെയ്യുവിൻ. നല്ല പാട്ടായിരിക്കും, അങ്ങനെ പാടാനൊന്നും അങ്ങനെ കൂടുതൽ അറിയത്തില്ല, എങ്കിലും ഞാൻ പറയട്ടെ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടം, രക്ഷിക്കപ്പെട്ട കൂട്ടം, ഇതൊരു എത്ര संतोष प्रदान किए कार्य। तो वहाँ पर वो मलयालम गीत में इस तरह लिखा है कि हे छुटकारा पाए हो झुंड, तुम लोग कितना श्रेष्ठ है, तुम लोग जागरूक हो प्रभु के सेवा में और तुम लोग उत्सुकता में तुम लोग रहो। तो ये छुटकारा पाए हो झुंड के लिए बहुत बड़ा श्रेष्ठ पदवी है। ഒരു കാരണവശാലും നമുക്ക് സ്വയം രക്ഷിക്കപ്പെടാനോ അല്ല മുഴു ലോകത്തിലെ മുഴു വ്യക്തികളും മുഴു ധനവാന്മാരോട് ഒരുമിച്ച് പരിശ്രമിച്ചാലും ഏതെങ്കിലും ഒരു വ്യക്തിയെങ്കിലും രക്ഷിക്കാനോ ആർക്കും കഴിയും। देखो प्रियो, इसलिए मनुष्य की ओर से उद्धार पाना, मुक्ति पाना, परमेश्वर को दान देकर चुनौती देना मनुष्य से असंभव है। वो भी छोड़ो, अगर सारा धनवान मिलकर इकट्ठा होकर वो लोग सारा धन एक मनुष्य को बचाने के लिए भी अगर अपना धन को भी अगर दे देंगे तो भी वो लोग वो मनुष्य को व्यक्ति को बचा नहीं सकता। उतना मूल्यवान है एक व्यक्ति का प्राण। മനുഷ്യന് അസാധ്യം, ദൈവത്തിനെല്ലാം അസാധ്യം। मनुष्य से जो बात है असंभव है, परमेश्वर से वो संभव है। അതല്ലേ പ്രിയമുള്ളവരെ, അസാധ്യമായിരിക്കുന്ന കാര്യമല്ലേ കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിൽ നിവർത്തിച്ചത്। इसलिए जो असंभव बात था, जो कभी हो नहीं सकता था, वही बात प्रभु यीशु मसीह ने हमारे लिए क्रूस में मुमकिन करके दिया ना। നമ്മൾ 1 അധ്യായം 18-19 വാക്യം വായിക്കുമ്പോൾ, पहला पत्रोस पहला अध्याय उसका 18 और 19 जब हम पढ़ते समय में ഈ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ദൈവമക്കളെ നമുക്ക് നമ്മൾ എത്രമാത്രം ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം। इसलिए प्रियो, ये सब वाक्य पढ़ते समय में हम लोग कितना अधिक को प्रभु को धन्यवाद का मन से हमें प्रभु की उपस्थिति में गिरना है। വ്യർത്ഥവും പാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്നും നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ വഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല,
ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. पहला पत्रोस पहला अध्याय 18 और 19। क्योंकि तुम जानते हो कि तुम्हारा निकम्मा चाल चलन जो बाप दादों से चलता आता है, उससे तुम्हारा छुटकारा चांदी सोने अर्थात नाशवान वस्तुओं के द्वारा नहीं हुआ, परंतु निर्दोष और निष्कलंक मेमने अर्थात मसीह के बहुमूल्य लोह के द्वारा हुआ। ദൈവമക്കളെ, നമ്മള് ഈ കാര്യങ്ങളൊന്ന് ശരിക്കൊന്ന് ആത്മാവിൽ ഗ്രഹിച്ചു കഴിഞ്ഞാൽ प्रियो, ये सब बातों को जब आत्मा में हम लोग सही रीति से समझ पाएंगे तो നമുക്ക് ഈ കർത്താവിൽ നിന്നും ഒരു അല്പമെങ്കിലും അകന്നിരിക്കാൻ കഴിയുമോ? तो क्या हम लोग ये प्रभु से भी थोड़ा भी दूर होने के लिए मन रखेगा क्या? ഇതൊന്ന് വ്യക്തിപരമായി നമ്മൾ ഗ്രഹിക്കണം. ये बातों को हम लोग व्यक्तिगत रूप में हमें समझना है, ഇതിന്റെ എല്ലാം ശരിക്കുള്ള ചിത്രമാണ് നമുക്ക് ഈ വചനത്തിലൂടെ ലഭിക്കുന്നത്. क्योंकि ये वचन का इसमें से जो सच्चा बातें हैं ये हम लोग वचन में हम देख सकते हैं। തിരുവചനത്തിലൂടെ നമ്മൾക്ക് ഈ സത്യം പ്രകാശിപ്പിച്ച് കിട്ടണം. पवित्र शास्त्र से हमें वचन का प्रकटीकरण हमको मिलना है। നമുക്കറിയോ, ഈ വചനം നമ്മൾ ആത്മാവിൽ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ ഒരു ചിത്ര രൂപത്തിൽ വചനം നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കും. हम देखो, हम लोग जब इस वचन को जब गहराई से जब हम समझकर मनन करते हैं समय में क्या होगा, यह वचन चित्र के रूप में हमारे सामने प्रकट होगा। എനിക്ക് ആ ചില പ്രയോഗങ്ങൾ പറയുന്നത് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നാറുണ്ട്. क्योंकि मुझे प्रभु पौलोस कुछ शब्द जब बोलते हैं समय मुझे अद्भुत रीति लगता है। നമ്മള് ഗലാത്യർ 3:1 गलातियों 3:1 में हम पढ़ते हैं, ആ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ശുദ്ധം ചെയ്ത് മയക്കിയതാർ. पढ़ेंगे 3:1, गलातियों 3:1। हे निर्बुद्धि गलतियों, किसने तुम्हें मोह लिया है? तुम्हारी तो मानो आंखों के सामने यीशु मसीह क्रूस पर दिखाई गया। അപ്പോൾ ഇവിടെ പറയുന്നത് ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ശുദ്ധം ചെയ്ത് മയക്കിയതാ. तो वहाँ पर पौलोस कहते हैं कि प्रभु यीशु मसीह जो क्रूस पर चढ़ाया गया है वो तुम्हारे आंखों के सामने इतना स्पष्ट रीति से वो प्रकट होकर तुमको मिला है, फिर तुमको किसने बहकाया? Praise the Lord। ചിന്തിക്കണം. इसलिए प्रियो जरा समझना, നമ്മൾ ഈ ഇത്രമാത്രം വലിയ സ്നേഹത്തെ കാണാതിരിക്കുവാൻ തക്കവണ്ണം ആരാണ് നമ്മളെ ശുദ്ധം ചെയ്ത് മയക്കുന്നത്? इसके लिए प्रियो इतना बड़ा अनोखा प्यार जो प्रभु ने क्रूस पे हमको प्रकट करके दिया, ऐसा कौन है जो हमें बहका कर हमें अंधा कर रहा है? ആ സ്നേഹത്തെ നമ്മൾ എന്നും കാണണം. उस प्रेम को हमें हमेशा देखते रहना है। ആ സ്നേഹത്തെ നമ്മൾ വ്യക്തിപരമായിട്ട് അനുഭവിച്ച് നമ്മൾ ആസ്വദിക്കണം. उस प्रेम को हमें व्यक्तिगत रूप में अनुभव करके उसका वो आनंद में हमें रहना है। അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ യഥാർത്ഥത്തിൽ ഒരു ജയാളിയായിട്ട് കർത്താവിനെ സ്നേഹിപ്പാനും സേവിപ്പാനും കഴിയും. ऐसा एक व्यक्ति जिसे सचमुच वो प्रेम को जानकर उसी में बना रहने वाला व्यक्ति सच्चा विजयशाली जीवन जी सकता है। ഞാൻ അതിനുവേണ്ടി തന്നെ അതേ ഗലാത്യർ 2:20 അതിന്റെ അവസാന ഭാഗത്ത് ഒന്നുകൂടെ ശ്രദ്ധിച്ച് വായിക്കാൻ ഞാൻ നിങ്ങളോട് ആഗ്രഹിച്ച് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുക. इसलिए मैं गलातियों की पुस्तक 2:20 का आखिरी भाग में एकदम प्रार्थना पूर्वक आप ये वचन ध्यान से पढ़ने के लिए मैं आपको अपेक्षा कर रहा हूँ। गलातियों की पुस्तक 2:20 का आखिरी भाग में അതിന്റെ ആദ്യ ഭാഗം അങ്ങനെ പറയണമെങ്കിൽ അതിന്റെ അവസാന ഭാഗത്തിന്റെ അനുഭവം നമ്മൾ ആസ്വദിച്ച് അറിയണം. यस, तो उसका 20 का शुरुआत का भाग अगर ऐसा अगर बोलना है तो उसका 20 का आखिरी भाग वो अनुभव में रहेगा तो ही वो बोल सकता है। ഇവിടെ കർത്താവിന്റെ ദാസൻ പറയുകയാണ്, या प्रभु का दास इस तरह कहता है, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. मैं मसीह के साथ क्रूस में चढ़ाया जा चुका हूँ। ഇനി ജീവിക്കുന്ന ഞാനല്ല, अभी मैं नहीं जी रहा, ക്രിസ്തു അത്രയും बल्कि ജീവിക്കുന്നു. मसीह मुझ में जी रहा है। അപ്പോൾ ഇങ്ങനെ പറയാനുള്ള പ്രാഗൽഭ്യം എങ്ങനെ കിട്ടിയെന്നറിയാമോ? इस तरह का बात इतना धैर्य से बोलने के लिए कहाँ से मिला? അതാണ് ഈ വരച്ച് കിട്ടിയത് താൻ എപ്പോഴും തന്റെ മുമ്പിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. क्योंकि मसीह क्रूस में चढ़ाया हुआ बात को चित्र समेत वो देख सकता था, इसके लिए। അവിടെ താൻ പറയാണ്, और फिर वो कहता है, എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്ങളുള്ള വിശ്വാസത്താലാണ് എനിക്ക് ഇങ്ങനെ ജീവിക്കുവാൻ കഴിയുന്നത്. उसका बी पार्ट पढ़ेंगे हिंदी में। परमेश्वर में अब जो जीवित हूँ तो केवल उस विश्वास से जीवित हूँ जो परमेश्वर के पुत्र पर है, जिसने मुझसे प्रेम किया और मेरे लिए अपने आप को दे दिया। जिसने मुझसे प्रेम किया और मेरे लिए अपने आप को दिया, ये बात का वजह से पौलुस वो क्रूस पे चढ़ाई करके बोध्य हो रहा है। അവിടെ നിങ്ങൾ പ്രത്യേകം ഓർക്കണം, इसलिए वहां पर एक बात याद रखना, നമ്മളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചതെന്നല്ല. वहां पर ऐसा नहीं लिखा है जिसने हमसे प्रेम किया और हमारे लिए अपना जीवन को दिया करके, ऐसा नहीं लिखा है। അത് ഒരു സത്യമാണ്, वो तो एक सत्य है ही, എന്നാൽ लेकिन ഇത് വ്യക്തിപരമായിട്ട് നമുക്കൊരു ആഴമായ ബന്ധം കർത്താവ്
കർത്താവിൽ നമുക്ക് ആവശ്യം. ये बात यहाँ पर पौलुस को व्यक्तिगत रीति से, व्यक्तिगत रूप से प्रभु के साथ एक गहरा नाता व्यक्तिगत रीति में हमें भी करना है. പൗലോസ് പറയാണ്, पौलुस कहता है എനിക്ക് വേണ്ടി, मेरे लिए, ആ പാപിയിൽ ഒന്നാമനായ എനിക്ക് വേണ്ടി, वो पापी में जो मैं प्रधानी था, पहला मुख्य व्यक्ति था, उस मेरे लिए, ആ കർത്താവ് എനിക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു. वो मेरे लिए प्रभु ने अपने आप को न्योछावर कर दिया. Praise the Lord. Praise the Lord. ഞാനൊരു കാര്യം നിങ്ങൾ ഓർപ്പിക്കട്ടെ. इसलिए एक बात मैं याद दिलाना चाहता हूँ. ഈ ലോകത്തിലുള്ള എല്ലാവരും നീതിമാന്മാരും വിശുദ്ധരുമായിരുന്നു. ഞാൻ ഒരൊറ്റ പാപിയായിരുന്നെങ്കിൽ ആ കർത്താവ് എനിക്ക് വേണ്ടി മരിക്കും. प्रियो, इस दुनिया में, पूरा दुनिया में सभी मनुष्य धर्मी है, शुद्ध लोग है, कोई शुद्ध अवस्था में धर्मी लोग रहेगा, मैं अकेला एकमात्र पापी इस दुनिया में रहेगा, तो भी प्रभु यीशु मसीह आकर मेरे लिए क्रूस में मरकर मुझे छुटकारा देता था. Praise the Lord. Praise the Lord. കാരണം എന്നെ അവിടുന്ന് അത്രമാത്രം സ്നേഹിക്കുന്നു. क्योंकि वो प्रभु मुझसे उतना गहराई से प्रेम करता है. പ്രിയമുള്ളവരെ, അങ്ങനെ ആ സ്നേഹത്തെ നിങ്ങൾക്കൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? इसलिए प्रियो, इस प्रेम को इस रीति से आप समझ पाए हैं क्या? അതാണ് നമ്മൾ ഈ വചനത്തിലൂടെ പഠിക്കേണ്ടത്, അതാണ് ഈ വചനത്തിലൂടെ നമ്മൾ കാണേണ്ടത്, അതാണ് ഈ വചനത്തിലൂടെ നമ്മൾ അനുഭവിക്കേണ്ടത്. यही तो बात है, हमें वचन से हमें सीखना है. यही बात हमें अनुभव में रखकर वो प्रेम को गहराई को समझना है. Praise the Lord. Praise the Lord. നിങ്ങൾ ഇതൊന്ന് ഒരല്പമായിട്ട് ആസ്വദിക്കാൻ തയ്യാറാകുമോ? इसलिए क्या आप लोग प्रभु का ये वचन का अनुभव करने के लिए, उसको चक्कर जानने का, आश्वासन करने के लिए आप लोग से होगा क्या? നമ്മൾ ഈ ജീവനിൽ വളരുമ്പോഴേ നമുക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. क्योंकि जब हम जीवन में, जब हमारा बढ़ोतरी होते रहता, बढ़ते रहेगा, तभी ये बात मालूम पड़ता അല്ലെ, है. 5 വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ അറിവും 50 വയസ്സുള്ള ഒരു വ്യക്തിയുടെ അറിവും തമ്മിൽ എന്തുമാത്രം വ്യത്യാസമുണ്ട്. देखो, 5 साल का एक लड़का और 50 साल का एक व्यक्ति का दोनों में जानकारी, जानना, समझने में कितना फर्क है. കാരണം അവർക്ക് ആ അറിവിൽ ഒരു വലിയ വ്യത്യാസമുണ്ട്. क्योंकि उन दोनों में, ज्ञान में दोनों में फर्क है. ഇതുപോലെ उसी तरह ആത്മീയ ജീവിതത്തിൽ നമ്മൾ ജീവനിൽ വളരണം. हमें उसी तरह आत्मिक जीवन की बातों में हमें बढ़ना है. ജീവനിൽ വളരാൻ വേണ്ടിയാണ് ദൈവം നമുക്ക് ഇങ്ങനെയുള്ള നല്ല കൂട്ടായ്മകളും ഇങ്ങനെയുള്ള നല്ല ശുശ്രൂഷകളൊക്കെ നൽകിയിരിക്കുന്നത്. जीवन में बढ़ने के लिए तो प्रभु ने इस रीति से हमें संगति, इस तरह का सेवा प्रभु ने हमको दिया है. ഞാൻ ഇതിന്റെ ആ സ്നേഹത്തെ നമ്മളൊന്ന് ആ വ്യക്തിപരമായിട്ട് നമ്മൾ ആ ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവിനെ വ്യക്തിപരമായി ഇത് എനിക്ക് വേണ്ടിയുള്ള മരണമാണെന്ന് കാണുമ്പോൾ, तो इसलिए जो उस क्रूस में मरा, चढ़ा हुआ या मरा हुआ प्रभु यीशु मसीह, वो व्यक्तिगत रीति से मेरे लिए मरा है करके इस बोध में जब रहते समय में, ആ വ്യക്തികളാണ് ദൈവത്തിന് വേണ്ടി യഥാർത്ഥത്തിൽ പ്രയോജനപ്പെടുന്നത്. वो ऐसे लोग हैं जो सदा वो बोध में रहने वाले लोग ही है, वास्तव में प्रभु के लिए सच्चा रीति से उपयोगी हो सकता है. അവർ ധൈര്യമായിട്ട് പറയും. वो लोग धैर्य से बोल पाएंगे. എന്താണെന്നറിയാമോ? क्या है वो? നമ്മള് 2 കൊരിന്ത്യർ 5:14-15 दूसरा कोरिन्थी उसका 5 का 14-15 में, ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. मैं എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. दूसरा कोरिन्थी 5 का 14-15 पढ़ेंगे. क्योंकि मसीह का प्रेम हमें विवेश कर देता है, इसलिए कि हम ये समझते हैं कि जब एक सबके लिए मरा तो सब मर गए, और वह इस निमित्त सबके लिए मरा कि जो जीवित हैं वे आगे को अपने लिए न जिए, परंतु उसके लिए जो उनके लिए मरा और फिर जी उठा. എത്ര വിലപ്പെട്ട കാര്യമല്ല. इतना मूल्यवान बात है ना. ഇന്ന് നമുക്ക് നമ്മുടെ ജീവിതം ഞാൻ ആർക്ക് വേണ്ടി ജീവിക്കുന്നു? इसलिए आज मेरा ये जीवन, मैं किसके लिए मैं जी रहा हूँ? നമ്മൾ ക്രിസ്തുവിനെ ആണോ ജീവിക്കുന്നത്? അത് നമുക്ക് വേണ്ടി തന്നെയാണ്. क्या हम हमारे लिए जी रहे हैं, क्या मसीह के लिए जी रहे हैं? യഥാർത്ഥത്തിൽ കർത്താവിന് നമ്മുടെ ജീവിതത്തിന്റെ കർത്തൃത്വം കൊടുത്തുകൊണ്ട് ജീവിക്കാൻ കഴിയുന്നു. क्या वास्तव में हमारा जीवन को प्रभु को प्रभुत्व देकर हमें जीने हो रहा है क्या? കർത്താവ് എന്നിൽ ജീവിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? प्रभु मुझ में जी रहा है करके क्या ऐसा बोल पा सकते हैं क्या? ഓരോ കാര്യങ്ങളും ദൈവ സ്നേഹത്താൽ നിർബന്ധിതരായി നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോ? एक एक कार्य मैं प्रभु के प्रेम में विवश होकर मुझे करने हो पा रहा है क्या? ഈ തിരുവെഴുത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ഈ സത്യങ്ങളൊക്കെ ഭക്തന്റെ ഒരു അനുഭവമാക്കി മാറ്റണം. इसलिए ये वचन में लिखा हुआ एक एक बातों को एक सच्चा भक्त के जीवन में अनुभव होना चाहिए. അങ്ങനെയല്ല എങ്കിൽ ऐसा नहीं है तो ദൈവമക്കളെ നമ്മൾ വെറും ഒരു കപടഭക്തനായി മാറുക. अगर ऐसा रहेगा तो हम लोग फिर एक कपटी विश्वासी, एक कपटी प्रकार का भक्ति बन जाएगा. നമ്മൾ ചിന്തിക്കണം. इसलिए जरा सोचे. ഇന്ന് എന്റെ ജീവിതം എന്റെ ദൈവത്തിന്റെ മുൻപിൽ എപ്രകാരമാണ്? इसलिए आज मेरा जीवन, मेरा महान प्रभु के सामने मेरा जीवन कैसा है? ദൈവം ആഗ്രഹിക്കുന്ന പോലെ ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ എനിക്ക് കഴിയുന്നുണ്ടോ? प्रभु जिस तरह चाहत रखता है, आग्रह रखता है, उस रीति का पवित्र जीवन में जी पा रहा हूँ क्या? അല്ല, ഞാനല്ല ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്ന് എനിക്ക് പറയാൻ കഴിയുമോ? या फिर मैं नहीं, मसीह मुझ में जी रहा है, क्या ऐसा मुझे बोलने हो पाएगा? കർത്താവിനേക്കാൾ അധികമായി സ്നേഹിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം എന്റെ ജീവിതത്തിലുണ്ടോ? प्रभु से भी ज्यादा कुछ भी बातें हैं मेरे जीवन में जिसे मैं प्रेम कर रहा हूँ, ऐसा अनुभव में है क्या? ദൈവ സ്നേഹത്തിൽ നിന്നും എന്തെങ്കിലും ഒരു കാര്യം എന്നെ
മാറ്റി നിർത്തിയിട്ടുണ്ടോ? ऐसा कुछ भी चीज है क्या जो मुझे प्रभु के प्रेम से, दूसरा कोई चीज है जो उसमें मैं प्रेम कर कर प्रभु के प्रेम से मैं अलग हो रहा हूँ? നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം. ये बातें हमें अपने आप को पूछे. നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ क्योंकि अगर हम यदि हम प्रभु को प्रेम करते हैं तो നാം എല്ലാത്തിലും കർത്താവിനെ അനുസരിക്കും. हमें सब बातों में प्रभु का बात को मानेंगे. സ്നേഹത്തിന്റെ അടയാളം അനുസരണമാണ്. क्योंकि प्रेम का चिन्ह क्या है? आगे का पालन करना. ഈ അനുസരണമാണ് ഏദൻ തോട്ടത്തില് ശത്രുവിന്റെ ഉപായത്താൽ ശത്രു ചതിച്ച് നമ്മുടെ ആദി മാതാപിതാക്കളെ വഞ്ചിച്ചത്. यही तो इसी वजह से हम देखते हैं कि हमारा पूर्व माता पिता आदम हव्वा को उस वाटिका में उन लोगों को धोखा देकर, धोखा से बहका कर प्रभु का आज्ञा को मानने का स्वभाव से उनको दूर कर दिया. അവർ ദൈവ സ്നേഹത്തെ സംശയിച്ചു. वो लोग परमेश्वर का प्रेम को शक किया. Praise the Lord. Praise the Lord. ഓ, നമ്മൾ ആ വിഷയങ്ങളല്ലേ हम പഠിച്ചുകൊണ്ടിരിക്കുന്നത്. लोग वही विषय को अभी हम देख रहे थे ना. ഞാൻ ഈ ദൈവവചനത്തിന്റെ ആഴങ്ങളെ അങ്ങ് പ്രകാശനം കിട്ടിയെന്ന് ഞാൻ രാവിലെ ദിവസത്തിൽ ഇരുന്നപ്പോ ഇങ്ങനെ വളരെ ഭാരത്തിൽ ഇത് തന്നുകൊണ്ട് ഞാൻ ആ മറ്റുള്ള ക്ലാസ് ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുക. പക്ഷെ അതൊക്കെ പറയാനായിട്ടുള്ള അവസരം പോലും ലഭിക്കുന്നില്ല. लेकिन इसलिए प्रियो सवेरे उठते ही देखो प्रभु का वचन का बोध, प्रभु का वचन में क्या क्या गुण की बातें, वो सब बातें जब सुबह मुझे प्रकटीकरण मिला तो वही आनंद में आप लोगों को बोल रहा था. मैंने आज का संदेश तैयार करके रखा है, वो बोलने नहीं हो रहा है, लेकिन वचन का वो आनंद है, वो बोझ से मैं आपको बताने को प्रभु मुझे प्रेरणा दिया. Praise the Lord. Praise the Lord. എനിക്ക് ഞാൻ കർത്താവിൽ നിങ്ങളെ വളരെ സ്നേഹിക്കുന്നു. इसलिए क्योंकि मैं प्रभु में आपसे मैं बहुत प्रेम करता हूँ. ദൈവം സംസാരിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെ നിങ്ങളോട് പറയുക. Yes, और जो प्रभु ने बोला है मुझसे बताया वही बात मैं आपको बता रहा हूँ. നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. इसलिए आप लोग ध्यान पूर्वक सुनना. കർത്താവിനെ താമസിച്ചാൽ प्रभु का आगमन में अगर देरी हुई तो നാളെയും നമ്മൾ ആ ജീവന്റെ വളർച്ചയുടെ അനേക ആഴമായ പാഠങ്ങളിലേക്ക് പോകാൻ तो പോകും. जीवन का बढ़ोतरी के विषय में और भी गहराई बातों का शिक्षण में हम प्रवेश करेंगे. നിങ്ങൾ ഈ വചനത്തെ ശ്രദ്ധയോടെ കേൾക്കണം. इसलिए आप वचन को ध्यान पूर्वक सुनना. ഈ വചനത്തെ ഭയത്തോടും വിരലോടും കൂടി കൈക്കൊള്ളണം. इस वचन को आप डरते हुए कांपते हुए आप स्वीकारना. അതനുസരിക്കാനായിട്ട് പൂർണ്ണമായി സമർപ്പിക്കണം. वो वचन को मानने के लिए पूर्ण रीति से समर्पण करना. Praise the Lord. Praise the Lord. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. प्रभु आप सबको आशीष करें. കർത്താവിന്റെ കൃപ നിങ്ങൾ എല്ലാവരോടും കൂടി. प्रभु का अनुग्रह आप सब में बना रहे. आमीन.